എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ബാങ്കിങ് എടുക്കണം കേട്ടോ. ബാങ്കിങ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം പറയുന്ന കാര്യങ്ങളൊക്കെ. ഈ പറയുന്ന ബാങ്കിങ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ അറിയായിരിക്കും. പക്ഷെ അതറിയാത്തവർക്കും, അതായത് ബേസ് മുതൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അതായത് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബേസ് ലെവൽ ക്ലിയർ ചെയ്തിട്ടേ നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. അറിയാവുന്ന ആളുകൾ ഇതെല്ലാം ഒരു റിവിഷനായിട്ട് കാണുക. അതല്ലാത്ത ആളുകൾ, ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നവർ, രക്ഷ വിട്ടു പോയിട്ടുള്ളവർ, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓരോ സബ്ജക്റ്റിൻ്റെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഷോർട്ട് നോട്ട് ഇപ്പം കുറിക്കുക. ഓക്കെ, നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിക്കോളും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ബാങ്കിങ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പണ്ട് മുതലേ പഠിക്കുമ്പോൾ അല്ലേ, നമ്മൾ പഠിക്കുന്ന ഒരു ഫസ്റ്റ് സെന്റൻസ് ആണ് ദ വേർഡ് ബാങ്ക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ആൻ ഇറ്റാലിയൻ വേർഡ് ബാങ്കോ വിച്ച് മീൻസ് എന്താണ്, ബെഞ്ച് അല്ലേ. ബെഞ്ച്, അതായത് ദ വേർഡ് ബാങ്ക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ആൻ ഇറ്റാലിയൻ വേർഡ്. ഇറ്റാലിയൻ വേർഡ്, അതായത് ബാങ്കോ എന്ന് പറയുന്ന ഇറ്റാലിയൻ വേർഡിൽ നിന്ന് അല്ലെ, വിച്ച് മീൻസ് ബെഞ്ച് ആണ് ഈ പറയുന്ന ബാങ്ക് എന്ന് പറയുന്ന വേർഡിന്റെ ഉത്ഭവം അല്ലെ. അത് ഡിറൈവ് ചെയ്തെടുത്തത് നമ്മൾ ബേസ് നമ്മൾ എപ്പോഴും പഠിക്കണതാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം അത് പരിചിതമായിട്ടുള്ളൊരു ഒരു സെന്റൻസ് തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ബാങ്കിങ് എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ബാങ്കായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന മണി ലെൻഡേഴ്സ്, ഗോൾഡ് സ്മിത്ത് അല്ലെ. അപ്പൊ നമുക്ക് അവരുടെയൊക്കെ ആ ഒരു കാലഘട്ടം അല്ലെ, ആ ഏൻഷ്യൻ പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സാഹചര്യത്തെയൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോട്ട് കണ്ടു വേണം നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ. ഈ ഒരു സബ്ജക്റ്റിന്റെ ആ ഒരു കോർ എലിമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പറയുന്ന മണി ലെൻഡേഴ്സും ഗോൾഡ് സ്മിത്തും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം അറിയാം അല്ലെ. അപ്പൊ നിങ്ങൾ അതിനെയൊക്കെ പറ്റി ജസ്റ്റ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുകയും നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് മറന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി ഇരിക്കുക കേട്ടോ. കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇരിക്കുക. അപ്പം ഈ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് BR ആക്ട് സെക്ഷൻ 5 ബാങ്കിനെ പറ്റി പ്രതിപാദിക്കുന്നത്. BR ആക്ട് നിങ്ങൾ പഠിച്ചു, BR ആക്ട് അല്ലെ. BR ആക്ട് സെക്ഷൻ 5 ബാങ്കിനെ പറ്റി പ്രതിപാദിക്കുന്നത്. എന്താണ് BR ആക്ട് 5 ബാങ്കിനെ പറ്റി പ്രതിപാദിക്കുക? ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാമോ? ഡെഫിനിഷൻ എന്താണ്? ആർക്കെങ്കിലും പറയാമോ എന്താണ് ഡെഫിനിഷൻ എന്ന്? ബാങ്ക് എന്ന് പറയുമ്പോൾ accepting the purpose of lending or investment of deposit of money from public, repayable on demand or otherwise and withdrawn by check, draft, order, otherwise അല്ലേ. വായ്പ കൊടുക്കാനോ എവിടെയെങ്കിലും നിക്ഷേപിക്കാനോ അല്ലെ, എവിടെയെങ്കിലും നിക്ഷേപിക്കാനോ ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതും അത് അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു നടക്കണം എന്ന വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ ചെക്ക്, ഡ്രാഫ്റ്റ്, അതർവൈസ് അല്ലെ, അങ്ങനെ അത് മുഖേന അവർക്ക് തിരിച്ച് നൽകണം എന്ന വ്യവസ്ഥ അത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന BR ആക്ട് സെക്ഷൻ 5B ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സായത്? എന്താണ് BR ആക്ട്? 1914. വെരി ഗുഡ്, 1949. അത് 10/3/49 പാർലമെന്റ് പാസ്സാക്കിയത് കേട്ടോ. 10/3/49 ബാങ്ക് റെഗുലേഷൻ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത്. എനാക്റ്റഡ് ചോദിക്കുകയാണെങ്കിൽ, അത് പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ 16/3/49 പഠിച്ചു വെച്ചേക്കണം. 16/3 പാർലമെന്റ് പാസ്സാക്കിയത് 10/3/49. എന്നാൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എനാക്റ്റഡ് എന്ന് ചോദിച്ചാൽ അത് 16/3/49 എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. ഇത് സഹകരണ മേഖലയ്ക്ക് ബാധകമായിരുന്നോ? ഈ BR ആക്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, BR ആക്ട് ആരംഭിച്ച സമയത്ത് സഹകരണ മേഖലയ്ക്ക് ബാധകമായിരുന്നോ? ആയിരുന്നില്ല അല്ലെ. നിങ്ങൾക്കറിയാം, ആയിരുന്നില്ല. എന്ന് മുതലാണ് സഹകരണ ബാങ്കുകൾക്ക് BR ആക്ട് ബാധകമായി തുടങ്ങിയത്? എന്ന് മുതലാണ്? 1965 സെപ്റ്റംബർ 25 BR ആക്ട് അമെന്റ്മെന്റ് നടത്തി. 49 പാർലമെന്റ് പാസ്സാക്കിയ, 10/3/49 പാർലമെന്റ് പാസ്സാക്കി, 16/3/49 പ്രസിഡന്റ് ഒപ്പുവെച്ച
ബി ആർ ആക്ട് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു ആ സമയത്ത് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1965 സെപ്റ്റംബർ 25-ന് ബി ആർ ആക്ട് എന്ത് ചെയ്തു? അമെന്റ്മെന്റ് നടത്തി. ആ അമെന്റ്മെന്റ് പ്രകാരം 1966 മാർച്ച് 1 മുതൽ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ബി ആർ ആക്ട് ബാധകമായി മാറി. അപ്പൊ എന്ന് തൊട്ടാണ് ബി ആർ ആക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ബാധകമായത് ചോദിച്ചാൽ എന്ന ആൻസർ എന്താണ്? 1966 മാർച്ച് 1 മുതൽ. കേട്ടോ, മാർച്ച് 1 മുതൽ. 1966 മാർച്ച് 1-നാണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് റീനെയിംഡ് ആസ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അപ്പം 1966 മാർച്ച് 1-നാണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് എങ്ങനെ പേര് മാറിയത്? ബാങ്കിങ്, നിലവിലുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന പേരിലേക്ക് റീനെയിം ചെയ്തത്. കേട്ടോ, ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബാങ്ക്, the word bank is derived from an Italian word banco which means bench. പിന്നെ ബാങ്കിന്റെ ഡെഫിനേഷൻ ബി ആർ ആക്ട് സെക്ഷൻ 5-നാണ് ബാങ്കിനെ പറ്റി പ്രതിപാദിക്കുന്നതെന്ന് പറഞ്ഞു. ബി ആർ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയതെന്ന് പറഞ്ഞു. എന്നാ 10/3/49 പ്രസിഡന്റ് ഒപ്പുവെച്ചത് അല്ലെ എനാക്ട് ചെയ്തതെന്നാണ് 16/3/49. സഹകരണ ബാങ്കുകൾക്ക് ഇത് ബാധകമായിരുന്നു. ആ സമയത്ത് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു ആദ്യകാലത്ത് അതിന്റെ നിയമം 49-ല്. ആ സമയത്ത് ഇത് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ബാധകമായിരുന്നോ? ആയിരുന്നില്ല. 1965 സെപ്റ്റംബർ 25-ന് ബി ആർ ആക്ട് അമെന്റ്മെന്റ് ചെയ്യുകയും എന്ന് മുതലാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ബി ആർ ആക്ട് ബാധകമായി തുടങ്ങിയത്? പറഞ്ഞേ, എന്ന് മുതലാണ്? 66 മാർച്ച് 1 മുതൽ. 66 മാർച്ച് 1 മുതൽ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ രണ്ട് ക്വസ്റ്റിനുള്ള ആൻസർ ആണത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബാങ്കിങ് കമ്പനീസ് ആക്ട് റീനെയിം ചെയ്തതും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ബി ആർ ആക്ട് ബാധകമായി തുടങ്ങിയതും ഈ പറയുന്ന 1/3/66-ലാണ്. 1966 മാർച്ച് 1 മുതലാന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. ക്ലിയർ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഏത് ലിസ്റ്റ് വരുന്നതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ, യൂണിയൻ ലിസ്റ്റ് ആണോ? ഏത് ലിസ്റ്റിൽ പെടുന്നതാണ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? അതോ കൺകറന്റ് ലിസ്റ്റ് ആണോ? ഏത് ലിസ്റ്റിൽ പെടുന്നതാണ് ബാങ്കിങ് എന്ന് പറയുന്നത്? യൂണിയൻ ലിസ്റ്റ് ആണ് കേട്ടോ. യൂണിയൻ ലിസ്റ്റ് ആണ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. എന്നാൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഏത് ലിസ്റ്റിൽ പെടുന്നതാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊക്കെ ഈ അപ്ലൈ ചെയ്യാൻ പോകുന്ന ബാങ്കുകളിൽ നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ബാങ്കുകളൊക്കെ കോപ്പറേറ്റീവ് ബാങ്ക് ആണോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെ. HDC JDC ഒക്കെ പഠിച്ചപ്പം 10 ദിവസത്തെ അല്ലെ ട്രെയിനിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവിടെ പോയി കാര്യങ്ങളൊക്കെ അവിടുത്തെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുകയും പഠിക്കുകയും പ്രൊജക്ട് തയ്യാറാക്കാൻ വേണ്ടി പോയവരൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ആ പോയതൊക്കെ ഈ പറയുന്ന കോപ്പറേറ്റീവ് ബാങ്കുകളാണോ? ആണോ മക്കളെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? അതായത് നോട്ടിഫിക്കേഷനകത്ത് വരുമ്പം ഇന്ന താലൂക്ക് അല്ലെങ്കിൽ ഇന്ന ഈ പറയുന്ന താലൂക്ക് സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞ ഹെഡിലേക്ക് ക്ലിപ്റ്റോ നമ്പർ ഇത്ര എന്ന് പറയുമ്പോൾ അതൊരു കോപ്പറേറ്റീവ് ബാങ്ക് ആണോ? കോപ്പറേറ്റീവ് ബാങ്ക് അല്ല കേട്ടോ. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒന്നും കോപ്പറേറ്റീവ് ബാങ്കുകളല്ല. അത് നിങ്ങൾ ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ രജിസ്ട്രാറുടെ കൺട്രോളും ഉണ്ടാകണം, അതുപോലെ തന്നെ RBIയുടെ കൺട്രോളും ഉണ്ടാകണം. അതായത് ഡ്യുവൽ കൺട്രോൾ ഉണ്ടായിരിക്കണം കോപ്പറേറ്റീവ് ബാങ്കിൽ. ബോത്ത് രജിസ്ട്രാർ ആൻഡ് RBI. ബോത്ത് രജിസ്ട്രാർ ആൻഡ് RBI. നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും സൊസൈറ്റി മാത്രമാണ്. അത് ശരിക്കും സൊസൈറ്റി മാത്രമാണ്. കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരേ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഏതാണെന്നറിയാമോ? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഏതാണ്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്.
പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് BR ആക്ട് സെക്ഷൻ 5CC5 പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന എക്സാമുമായി ബന്ധപ്പെട്ട് കേരള ബാങ്ക് ഇൻസ്പെക്ടർ എക്സാമുമായി ബന്ധപ്പെട്ട് BR ആക്ട് ഒരു ചാപ്റ്റർ ഇല്ലായിരുന്നോ? ബാങ്ക് റെഗുലേഷൻ ആക്ട് ചാപ്റ്റർ ഇല്ലായിരുന്നോ? അവിടെ വൃത്തിക്ക് പറയുന്നുണ്ടല്ലോ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആകാൻ പാടില്ല. പിന്നെ ഷെയർ ക്യാപിറ്റലും റിസർവ് ഫണ്ടോട് കൂട്ടുന്നത് 1,00,000 കുറയാൻ പാടില്ല. പ്രധാന ലക്ഷ്യം ബാങ്കിങ് ബിസിനസ് ആയിരിക്കണം. മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മെമ്പർ ആകാൻ ബൈലോ പ്രകാരം പ്രൊവിഷൻ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് നമ്മൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയും. അതാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇസ് നോട്ട് എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. ക്ലിയർ? ഞാൻ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഇതെല്ലാം ഈ പറയുന്ന നിങ്ങളുടെ ഡിസ്പ്ലേക്കകത്ത് കാര്യങ്ങളുണ്ട്. ഞാൻ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ചിരിക്കണം പറയുന്ന കാര്യങ്ങൾ. The word bank is derived from an Italian word banco, which means a bench. Clear ആണല്ലോ അത്? Money lenders, merchant banks and goldsmiths are considered as the ancestors of modern banking. Modern banking ന്റെ ancestors ആരൊക്കെയാണ്? മണി ലെൻഡേഴ്സ്, മർച്ചന്റ് ബാങ്ക്സ് ആൻഡ് ഗോൾഡ് സ്മിത്ത്സ് അല്ലേ? നമുക്കതെല്ലാം അറിയാം. പിന്നെ ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നാ പാസ്സായത്? 10/3/49 അല്ലെ? 10/3/49 എനാക്ട് ചെയ്തത്. കമ്മിങ് ടു ഫോഴ്സ് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പഠിച്ചു. എത്രയാണ്? 16/3/49. ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 വാസ് റീനെയിംഡ് ആസ് ബാങ്ക് റെഗുലേഷൻ ആക്ട്. എന്നാണ്? 1/3/66. അന്ന് തന്നെയാണ് എന്തും ഈ പറയുന്ന ബാങ്കിങ് കമ്പനീസ് ആക്ട് റീനെയിം ചെയ്തു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആക്കി മാറിയതും കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് BR ആക്ട് ബാധകമായതും എന്ന് തന്നെയാണ് പറയടേ? 1/3/66. മറന്നു പോകല്ലേ, പഠിച്ചു വെക്കണം. 1/3/66 കേട്ടോ. ഞാൻ 10/3 പറഞ്ഞുകൊണ്ട് തിരുത്തണം. 1/3/66. രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ഒന്ന് തന്നെയാണ്. ഓക്കെ, RBI ആണ് നമുക്കറിയാം. ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ബാങ്കിങ്ങിന്റെ ഡെഫിനിഷൻ നിങ്ങൾ നോക്കിയേ. ഡെഫിനിഷൻ according to section 5B, the Banking Regulation Act 1949 is defined as accepting for the purpose of lending or investment of deposit of money from the public, repayable on demand or otherwise, and withdrawal by check, draft, order or otherwise. ഇത് കൃത്യമായിട്ട് പഠിച്ചോണം. ഇത് തെറ്റിച്ചാണെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് വായിച്ചേ. According to section 5B of the Banking Regulation Act 1949, banking is defined as accepting for the purpose of lending or investment of deposits of money from the public, repayable on demand or otherwise, and withdrawal by check, draft, order or otherwise. ക്ലിയർ ആണോ പറഞ്ഞത്? എന്ന് വെച്ചാൽ എന്താണ്? പണം പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു അല്ലെ? അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം പബ്ലിക്. റീപേബിൾ ഓൺ ഡിമാൻഡ്. റീപേബിൾ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കിടക്കണമെന്ന വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ അതെങ്ങനെയാണ്? ഒന്നെങ്കിൽ ചെക്കായിട്ടോ ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെ? അവർ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണോ അതാണ് അതർവൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഡെഫിനിഷൻ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. BR ആക്ട് സെക്ഷൻ 5B. ഓക്കെ, ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? പ്രവർത്തന പരിധി ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചെടുക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ താഴെ തന്നിരിക്കുന്നവയിൽ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എക്സാമ്പിൾ ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കും ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ കേട്ടോ. നിങ്ങൾ എക്സാമിന് ക്വസ്റ്റിനകത്ത് ഈ പറയുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബാങ്ക്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്
ഒരു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആണെന്നുള്ള ഒരറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ബേസിക് അറിവ്. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പം അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് മാത്രമേ കാണത്തുള്ളൂ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട്. പക്ഷേ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും ഒരു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുവരെ പറഞ്ഞത്? എന്തെങ്കിലും എന്താ ജിനു? കേട്ടില്ല. ഇവിടെ കാലാവസ്ഥ വളരെ മോശമാണേ. അതിൻ്റെതായിരിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കും, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഈ പറയുന്ന സൗണ്ട് വിട്ടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും കിടപ്പുണ്ടെ ചോദില്, പറഞ്ഞുതരാം. പോസ്റ്റ് ഓഫീസ്, യൂണിയൻ ലിസ്റ്റ്. നമ്മൾ ബാങ്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പം അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കോർപ്പറേഷൻ പറഞ്ഞ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ബാങ്കിങ് എന്ന് പറയുമ്പോൾ കൺട്രോൾഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിന്റെ അമെന്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം നടത്തുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞത്. കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. അത് 1919 നമുക്കറിയാം, മുണ്ടേക്കം സേവിങ്സ് ബോർഡ് റിഫോംസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചാണ് 1919. അവിടെയാണ് ഈ പറയുന്ന കോർപ്പറേഷൻ്റെ സംസ്ഥാന വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഈ പറയുന്ന ഡ്യുവൽ കൺട്രോളാണ് വരുന്നത്. അതുകൊണ്ട് RBIയും രജിസ്ട്രാറും വരുന്നത്. എന്നാൽ സഹകരണ സംഘങ്ങൾ, ഇപ്പൊ നിങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്, അവിടെ രജിസ്ട്രാറിന് മാത്രം കൺട്രോളേ ഉള്ളൂ. എന്നാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബോത്ത് രജിസ്ട്രാർ ആൻഡ് RBI കൺട്രോൾ ഉണ്ടെന്നാണ് അവിടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അതായത് കോപ്പറേറ്റീവ് ബാങ്കിന് RBI ലൈസൻസ്, RBI ബാങ്കിങ് ബിസിനസ് എടുത്താൽ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഒരു സിമ്പിൾ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തുള്ള കോപ്പറേറ്റീവ് ബാങ്കിൽ അവർ നിങ്ങൾക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ SBI അക്കൗണ്ട് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ? ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. പറഞ്ഞ് മനസ്സിലായോ? ഒരു നോർമൽ സൊസൈറ്റിക്ക് ഒരിക്കലും ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ബാങ്കിങ് ബിസിനസ് നടത്തി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സംസ്ഥാന വിഷയമായതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഈ ഒരു പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. A cooperative society other than primary agriculture credit society. The multi-state cooperative bank and urban cooperative banks are primary cooperative banks according to section 5 CC. ഈ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്താണ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ഡെഫിനിഷൻ ആണ് താഴെ തന്നിരിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. പ്രൈമറി ഒബ്ജക്റ്റ് of which the transaction of banking business. The paid up share capital and reserve which are not less than 1 lakh rupees. The bylaw of which do not permit to admit any other cooperative society as member. അതായത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആകാൻ പാടില്ല. ഷെയർ ക്യാപിറ്റലും റിസർവ് ഫണ്ടും കൂടെ കൂട്ടുന്നത് 1 ലക്ഷം രൂപയിൽ കുറയാൻ പാടില്ല. പ്രധാന ലക്ഷ്യം ബാങ്കിങ് ബിസിനസ് ആയിരിക്കണം. അവർക്ക് വേറെ ബിസിനസ് ഈ പറയുന്ന നമ്മുടെ ഈ നീതി സ്റ്റോറോ നീതി മെഡിക്കൽ സ്റ്റോറോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസ്യൂമർ അങ്ങനെയൊന്നും തുടങ്ങാൻ പാടില്ല. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മെമ്പർ ആകാൻ ബൈലോ പ്രകാരം പ്രൊവിഷൻ ഉണ്ടാകാൻ പാടില്ല. ഈ വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്. നമ്മുടെ സൊസൈറ്റിക്ക് ഇതെല്ലാം ബാധകമല്ലേ? നിങ്ങളുടെ പ്രദേശത്തുള്ള സൊസൈറ്റിക്ക് ഈ പറഞ്ഞ അവര് ബാങ്കിങ് ബിസിനസ് മാത്രമാണോ നടത്തുന്നത്? പ്രധാന ലക്ഷ്യം ബാങ്കിങ് ബിസിനസ് ആണോ? നീതി മെഡിക്കൽ സ്റ്റോറുകളില്ലേ? നീതി സ്റ്റോറുകളില്ലേ? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നു? അവരെ ഈ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയാൻ പറ്റുമോ? മക്കളെ? ഇല്ല. അവര് മറ്റ് സംഘങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇപ്പൊ പറയാൻ പറ്റുമോ അതൊരു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണം. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാലിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്. ഈ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിന് എക്സാമ്പിൾ ആണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും. അവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇനി 4 പോയിന്റ്സും കൃത്യമായിട്ട് പഠിച്ചോണം.
ഇവിടുന്ന് നമുക്ക് റോങ് സ്റ്റേറ്റ്മെന്റ് തരാം വേണമെങ്കിൽ. ഇനിയിപ്പം കുറെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്, അവർ ഇഷ്ടം പോലെ അവർ ചോദിക്കും. അപ്പൊ നമുക്കൊരു മാർക്ക് പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ 4 ക്രൈറ്റീരിയ പഠിക്കുക. എന്താണ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളൊരു ധാരണയുണ്ടാവും. അത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും അർബൻ കോപ്പറേറ്റീവ് ബാങ്കും ആണ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ്. അതങ്ങ് പഠിച്ചു വെച്ചേക്കണം. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? ഇല്ല, ബാങ്ക് എന്ന് പറയുന്ന പേര് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് സംസ്ഥാന വിഷയമാണത്. കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്, അവിടെ ഒരു തർക്കമുണ്ട്. പക്ഷെ ഉപയോഗിക്കാൻ പാടില്ല ശരിക്കും. പക്ഷെ അത് ഉപയോഗിച്ചു പോകുന്നു, കാരണം സംസ്ഥാന വിഷയമായതുകൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് മുമ്പേ എടുത്ത് പറഞ്ഞത് ഞാനത്. എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങനെ സംശയം തോന്നുമെന്ന്. സംസ്ഥാനമാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ടാണ് കോപ്പറേറ്റീവ് ബാങ്ക്. പക്ഷെ ഇത് ബാങ്ക് അല്ല. ബാങ്കാണ് ചെക്ക് ഇഷ്യൂ ചെയ്യണം. ചെക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ബാങ്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? കോപ്പറേറ്റീവ് ബാങ്ക് വർക്ക് ചെയ്യുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടോ? എനിക്കറിയില്ല. നല്ല സംഘങ്ങൾ നോക്കി അടുത്ത പരീക്ഷ എഴുതാൻ വേണ്ടി ജോയിൻ ചെയ്തവരുണ്ടോ ഈ കൂട്ടത്തിൽ? നിങ്ങൾ സംസാരിക്കടേ. നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? എത്ര പേർക്കുണ്ട്? അത് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ? നാളെ പോയി ചോദിക്കാവോ? സെക്രട്ടറി ചെക്ക് കിട്ടിയില്ലല്ലോ, ഞങ്ങൾ അക്കൗണ്ടിൽ ഇത്ര നാളായല്ലോ, ചോദിക്കാവോ? കിട്ടുവോ? കിട്ടുവോടെ? കിട്ടത്തില്ല. ബിക്കോസ് ദേ ആർ നോട്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഓൺലി സൊസൈറ്റി. അതെല്ലാം സൊസൈറ്റി മാത്രമാണ് കേട്ടോ. അതെല്ലാം സൊസൈറ്റി മാത്രമാണ്. ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളത് മാത്രമാണ് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് ബാങ്ക്. ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നത്. വൃത്തിക്ക് പഠിച്ചോണേ. ആ ഡെഫിനിഷൻ പഠിച്ചോണം. ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചോണം. ഏതൊക്കെയാണ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ധാരണ വേണം. അവിടുന്ന് അത്രയും ക്വസ്റ്റിനെ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ കോർപ്പറേഷൻ ഏത് ലിസ്റ്റ് അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിലേക്ക് കൂടുതൽ അങ്ങനെ പോകുന്നില്ല. അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പറയുന്ന ഓരോ പോയിന്റ്സും ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ് കേട്ടോ. ഓക്കെ കേട്ടോ. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ സബ്ജക്ട് ടു എ ഡ്യുവൽ കൺട്രോൾ ഓഫ് RBI ആൻഡ് രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേട്ടോ. കോപ്പറേറ്റീവ് ബാങ്കുകൾക്കാണ്. എന്നാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സൊസൈറ്റികൾക്കാണെങ്കിൽ ആരുടെ കൺട്രോൾ മാത്രമേ ഉള്ളൂ? രജിസ്ട്രാറിന്റെ മാത്രമേ ഉള്ളൂ. RCS ആയിരിക്കും അവിടെ വരുന്നത്. എന്നാൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിലോ ബോത്ത് രജിസ്ട്രാർ ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. ഓക്കെ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മളിനി സിസ്റ്റംസ് ഓഫ് ബാങ്കിങ്ങിലേക്ക് പോവാണ്. അതുകൊണ്ടാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഏകദേശമൊക്കെ. ഇനി നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം. എനി ഡൗട്ട്സ്? ഒന്നുകൂടെ പറയണോ പറഞ്ഞ കാര്യങ്ങൾ? ദയവ് ചെയ്ത് ചോദിക്കുന്നതിന് മറുപടി പറയാൻ ശ്രമിക്കുക. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് വൃത്തിക്ക് പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. എനി ഡൗട്ട്? ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ദഹിക്കാതെ ഉണ്ടോ ചോദിക്കും, പറഞ്ഞുതരാം. എപ്പോഴും ഒരു ഇന്ററാക്ഷൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അപ്പം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ചോദിക്കുമ്പോൾ. അറിയത്തില്ല എങ്കിൽ, നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് അത് കൃത്യമായിട്ട് പറയും. എന്നിട്ട് അടുത്ത ദിവസം ഞാനത് റെഫർ ചെയ്തിട്ട് പറഞ്ഞു തരും. അതാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെല്ലാം അറിയാവുന്ന എന്ത് വെള്ളം ചോദിച്ചോ ആ ഒരു മൈൻഡ് അല്ല. അങ്ങനെ എടുക്കരുത് നിങ്ങൾ. നിങ്ങൾക്ക് ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. ആരോ പറഞ്ഞു ഇടയ്ക്ക് സൗണ്ട് ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസ് തൊട്ട് ഇനി പഠിച്ചു പോവാണ്. സിസ്റ്റംസ് ഓഫ് ബാങ്കിങ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ തുടങ്ങി വെക്കണം. പറഞ്ഞോ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതുവരെ ക്ലിയർ ആണോ? ഹലോ, നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ കമന്റ് ബോക്സ് ഉണ്ട്, അവിടെ കമന്റ് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കണം. എനിക്കതേ പറയാനുള്ളൂ. ഓക്കെ. പഠിച്ചു പോകണം പറയുന്ന കാര്യങ്ങൾ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് നമ്മൾ വിചാരിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ പോയിട്ട് കാര്യം എന്തെങ്കിലും നിങ്ങൾ 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടണം. ഞങ്ങളൊക്കെ പല ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് വെറുതെ വന്ന് സമയം കളയാൻ നിങ്ങൾക്കില്ല. പരീക്ഷ പെട്ടെന്ന് വരും. ഓക്കെ. അപ്പൊ സിസ്റ്റംസ് ഓഫ് ബാങ്കിങ് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇനി സിസ്റ്റംസ് ഓഫ് ബാങ്കിങ്ങിലേക്കാണ് പോകുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെ? കൊമേഴ്ഷ്യൽ ബാങ്ക്. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്?
എന്താ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൊമേഴ്ഷ്യൽ ബാങ്ക്? കൊമേഴ്ഷ്യൽ ബാങ്കിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. കൊമേഴ്ഷ്യൽ ബാങ്കിനെ എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്. ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്, RRBs. RRBs ഞാൻ പറഞ്ഞല്ലോ അല്ലേ? RRBs. നമുക്ക് എത്ര പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്? എത്ര പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട് നമുക്ക്? ആർക്കെങ്കിലും പറയാമോ എത്ര പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ടെന്ന്? എത്ര പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്? വെരി ഗുഡ്. 12 പബ്ലിക് സെക്ടർ ബാങ്കുകൾ. ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണ്? ബിഗസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണ്? വെരി ഗുഡ്. സെക്കൻഡ് ഏതാണ്? സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ്? സെക്കൻഡ് ലാർജസ്റ്റ്. നിങ്ങൾ പ്രീ ലിബറലൈസേഷൻ പീരീഡ്, പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ് ഒക്കെ പഠിച്ചായിരുന്നു ഈ പറയുന്ന കേരള ബാങ്കുമായി ബന്ധപ്പെട്ട്? അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചാണോ അതൊക്കെ? ഏതാണ്? വെരി ഗുഡ്, വെരി ഗുഡ്. തേർഡ് വെരി ഗുഡ്, ശരിയാണ്. റൈറ്റ് ആൻസർ. തേർഡ് ബാങ്ക് ഓഫ് ബറോഡ അല്ലേ? ബാങ്ക് ഓഫ് ബറോഡ. 12 പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് കേട്ടിരിക്കുക പറയുന്ന കാര്യങ്ങൾ. ഞാൻ നോട്ടിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോവാണ്. അതാ പറയാം, നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി ശ്രമിക്കാം. കുറെ കണ്ടന്റ് കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. ഏതൊക്കെയാണ് പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് അറിയാമോ? ആർക്കെങ്കിലും ചടപടാന്ന് പറയാൻ പറ്റുമോ? 12 എണ്ണം. എനിവൺ? ഇല്ലെങ്കിൽ കേട്ടോളൂ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ. ഏതൊക്കെയാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ. അത് ആദ്യത്തെ 4 എണ്ണം. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ പഞ്ചാബ് നാഷണൽ ബാങ്ക്. സിക്സ്ത് വൺ പഞ്ചാബ് സിന്ധ് ബാങ്ക്. പഞ്ചാബ് സിന്ധ് ബാങ്ക്. സെവൻത് വൺ ഇന്ത്യൻ ബാങ്ക്. എയ്ത്ത് വൺ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. നയൻത് വൺ കാനറ ബാങ്ക്. കാനറ ബാങ്ക്. കാനറ ബാങ്ക് എന്ന് പറയുമ്പോൾ അത് ഏത് ബാങ്കിന്റെ സ്പോൺസർഡ് ബാങ്ക് എന്ന് പറയാമോ? നിങ്ങളുടെ പ്രദേശത്തുള്ള ഒരു RRB ആണ് കാനറ ബാങ്ക്. ഏത് RRBയുടെ സ്പോൺസർഡ് ബാങ്ക് ആണ്? കേരള ഗ്രാമീൺ ബാങ്ക്. കേട്ടോ, പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി 10th വൺ യൂക്കോ ബാങ്ക്. യൂക്കോ ബാങ്ക്. 11th ബാങ്ക് ഓഫ് ബറോഡ. 12th ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. പഠിക്കാൻ പറ്റുന്നവര് ക്യാച്ച് ചെയ്യുക. ഇത് അങ്ങനെയൊന്നും ചോദിക്കത്തില്ല, 12 എണ്ണത്തിന്റെ പേരൊന്നും ചോദിക്കത്തില്ല. ഏറ്റവും ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കത്തില്ല, കാരണം CCB ആണ്. ബിഗസ്റ്റ് ചോദിക്കാം, സെക്കൻഡ് ലാർജസ്റ്റ് ചോദിക്കാം, തേർഡ് ചോദിക്കാം. പിന്നെ ഹെഡ് ഓഫീസ് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിന്റെ എല്ലാ ഹെഡ് ഓഫീസ് മുംബൈ ആണ്. അതുപോലെ പഞ്ചാബ് സിന്ധു ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇതിന്റെ രണ്ടിന്റെ ഹെഡ് ഓഫീസ് ഡൽഹിയാണ്. അതുപോലെ ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസിയർ ബാങ്ക്, ഇതിന്റെ രണ്ടിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? ചെന്നൈ ആണ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? പിന്നെ യൂക്കോ ബാങ്ക് ആണെങ്കിൽ അത് കൊൽക്കത്തയാണ്. പിന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആണെങ്കിൽ അത് പൂനെയാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ആണെങ്കിൽ അത് വഡോദര അല്ലെ ബറോഡ എന്ന് പറയും. യൂക്കോ ബാങ്ക് ആണ് കൊൽക്കത്തയാണ്. കാനറ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? പറയാമോ ആർക്കെങ്കിലും? കാനറ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് അത് ബാംഗ്ലൂരാണ്. ഒന്നുമില്ല, ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്, സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ്, തേർഡ് ഏതാണ്, അത് പഠിക്കുക. 12 പബ്ലിക് സെക്ടർ ബാങ്കുകൾ, അത് അത്രയും മതി നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഈ പറയുന്ന 12 എണ്ണം ഉണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എത്ര എണ്ണം ഉണ്ട്? പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എത്ര എണ്ണം ഉണ്ട്? പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എത്ര എണ്ണം ഉണ്ട്? നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി കേട്ടോ, എളുപ്പമുണ്ട്. എത്ര വരും? പറയടേ, നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെ പറയുന്നത്. 21 കേട്ടോ, 21. മറന്നു പോകലും, പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. പിന്നെ ഫോറിൻ ബാങ്ക്സും RRBs കേട്ടോ. അതാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞ അത് ഈ 4 എണ്ണമാണ്, പഠിച്ചു വെച്ചേക്കണം. ഈ കൊമേഴ്ഷ്യൽ ബാങ്കിന് മറ്റു 2 പേരുകളുണ്ട്, ഓമന പേരുകളുണ്ട്. ഏതൊക്കെയാന്ന് പറയാമോ? ഡെപ്പോസിറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ പ്യൂർ ബാങ്കിങ്. ഡെപ്പോസിറ്റ് ബാങ്കിങ് ഓർ പ്യൂർ ബാങ്കിങ്.
ഡെപ്പോസിറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ പ്യൂർ ബാങ്ക്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് തരത്തിലുള്ള ലോൺസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഷോർട്ട് ടൈം ആണോ, മീഡിയം ടൈം ആണോ, ലോങ് ടൈം ആണോ? പറഞ്ഞേ, പഠിച്ചു വെച്ചോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഷോർട്ട് ടൈം ലോൺസ് ആണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് നൽകുന്നത് കേട്ടോ. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് കസ്റ്റമേഴ്സിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ഷോർട്ട് ടൈം ലോൺസ് ആണ് നൽകുന്നത്. ഈ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഉത്ഭവം എവിടെയാണ്? UK ആണ് കേട്ടോ. UK എന്നുള്ള കാര്യം ഓർത്തു വെച്ചേ. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പറഞ്ഞതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് പഠിച്ചു വെക്കും. ഓക്കെ, നമുക്ക് ഓരോ ബാങ്ക്സിനെ പറ്റി പഠിക്കാം. നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാം ഇവിടെ. എന്താണ് ഡെവലപ്മെന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് കഴിഞ്ഞു. എന്താണ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? എന്താ ഡെവലപ്മെന്റ് ബാങ്ക്? വാട്ട് യു മീൻ ബൈ ഡെവലപ്മെന്റ് ബാങ്ക്? അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് അല്ലെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അല്ലെ ഡെവലപ്മെന്റ് ബാങ്ക്? നിങ്ങൾ പറയുമ്പോൾ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ മറ്റ് പേരുകളാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്നും ഡെവലപ്മെന്റ് ബാങ്ക് എന്നും ഒക്കെ കേട്ടോ. അപ്പം ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ മറ്റു പേരാണ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. ഇവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കത്തില്ല, അതാണ് അവരുടെ ഒരു പ്രത്യേകത. ഇത്തരം ബാങ്കിങ് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കത്തില്ല, പക്ഷേ ലോൺസ് നൽകും. അതെന്താ പരിപാടി അല്ലേ? ഡെപ്പോസിറ്റ് സ്വീകരിക്കത്തില്ല, ലോൺസ് നൽകുകയും ചെയ്യും. അതെങ്ങനെയാണ്? അപ്പൊ ഇവര് ഫണ്ട് കണ്ടെത്തുന്നത് എവിടുന്നായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടുന്നായിരിക്കും ഫണ്ട് കണ്ടെത്തുന്നത്? പഠിച്ചു വെച്ചോണം. ഡിബഞ്ചേഴ്സ്, ഷെയർസ് ഒക്കെ എന്താണ്? ഡിബഞ്ചേഴ്സ് ഒക്കെ ഷെയർ ക്യാപിറ്റലൊക്കെ ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിലൊക്കെ വിറ്റാണ് ഇവര് ഈ പറയുന്ന ഫണ്ട് കണ്ടെത്തുന്നത് കേട്ടോ. ബൈ പ്ലോട്ടിംഗ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ്, അങ്ങനെയാണ് ഒരു ഫണ്ട് കണ്ടെത്തുന്നത്. ഇവർ കൊടുക്കുന്ന ലോൺസ് ലോങ് ടൈം ലോൺ ആണ്. പഠിച്ചു വെച്ചേക്കണേ, ലോങ് ടൈം ലോൺ ആണ് നൽകുന്നത്. വ്യവസായ ആവശ്യത്തിനും വാണിജ്യ ആവശ്യത്തിനും ഒക്കെ. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അല്ലെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, അല്ലെ ഡെവലപ്മെന്റ് ബാങ്ക്, വികസനത്തിന് വേണ്ടി നൽകുന്നതാണ് അല്ലെ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് നൽകുന്ന ലോണ് ലോങ് ടൈം ലോൺ ആണ്. ആർക്കാണ് നൽകുന്നത്? ഇൻഡസ്ട്രീസിനും ബിസിനസിനും വ്യവസായത്തിനും വാണിജ്യത്തിനും വേണ്ടിയാണ് ഇവര് ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവര് ഫണ്ട് കണ്ടെത്തുന്നത് എവിടുന്നാണ്? റൈസിംഗ് ഫണ്ട് ഫ്രം ക്യാപിറ്റൽ മാർക്കറ്റ്. എങ്ങനെ? ബൈ പ്ലോട്ടിംഗ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ്. റൈസിംഗ് ഫണ്ട് ഫ്രം ക്യാപിറ്റൽ മാർക്കറ്റ് എങ്ങനെ? ബൈ പ്ലോട്ടിംഗ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ്. എവിടെയാണ് ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ ഉത്ഭവം? പറയാമോ? ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ ഉത്ഭവം എവിടെയാണെന്ന് പറയാമോ ആർക്കെങ്കിലും? വെരി ഗുഡ്, വെരി ഗുഡ്. ജർമ്മനി എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കുമോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കുമോ? സ്വീകരിക്കും. നൽകുന്ന ലോൺ ഷോർട്ട് ടൈം ലോൺ ആണ്. എന്നാൽ ഇൻഡസ്ട്രിയൽ ബാങ്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കത്തില്ല, നൽകുന്ന ലോൺ ലോങ് ടൈം ആണ്. അപ്പം നിങ്ങൾക്ക് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കസ്റ്റോഡിയൻ ആരാന്ന് അറിയാമല്ലോ. ആരാണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കസ്റ്റോഡിയൻ? ആരാണ്? സെബിയാണ് അല്ലെ? സെബിയാണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയാണ്. മണി മാർക്കറ്റിന്റെയും കോൾ മണി മാർക്കറ്റിന്റെയും ഒക്കെ ആരാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, RBI ആണ്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ രണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നേരത്തെ നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അടുത്ത മിക്സഡ് ബാങ്കിലേക്ക് പോട്ടെ. കിട്ടുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? ക്ലിയർ? മിക്സഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ മിക്സഡ് ബാങ്കിങ് ഈസ് അതർവൈസ് നോൺ ആസ് യൂണിവേഴ്സൽ ബാങ്ക്. എന്താണ്?
യൂണിവേഴ്സൽ ബാങ്കിങ്. മിക്സഡ് ബാങ്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് യൂണിവേഴ്സൽ ബാങ്ക്. അപ്പൊ മിക്സഡ് ബാങ്കിങ് എന്നോ യൂണിവേഴ്സൽ ബാങ്കിങ് എന്നോ ചോദിക്കാം. എന്താണ് ഇവിടെ, എന്ത് തരത്തിലുള്ള ബാങ്കിങ് ആണ് ഇവിടെ നടക്കുന്നത്? ദിസ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെയും ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇവിടെ ബാങ്കിങ് ആക്ടിവിറ്റീസും നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. ഓൾ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ബിസിനസ് ഇവിടെ നടക്കണം. അതായത് ഷോർട്ട് ടൈം ലോൺ നൽകുന്നുണ്ട്, മീഡിയം ടൈം ലോൺ നൽകുന്നുണ്ട്, ലോങ് ടൈം ലോൺസ് നൽകുന്നുണ്ട്, അതുപോലെ മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ്, അതർ ഏജൻസി സർവീസ് എല്ലാം ഈ പറയുന്ന മിക്സഡ് ബാങ്കിങ് നടക്കുന്നുണ്ട്. ഈ മിക്സഡ് ബാങ്കിങ്ങിന്റെ ഉത്ഭവം എവിടെ തന്നെയാണ്? ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ ഉത്ഭവമായിട്ടുള്ള ജർമ്മനിയിലാണ്. കേട്ടോ, ജർമ്മനിയിലാന്നുള്ള കാര്യം ഓർത്തു വെക്കണം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പൊ മിക്സഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെയും ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെയും കോമ്പിനേഷൻ ആണ്. അവിടെ ബാങ്കിങ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. ജർമ്മനിയാണ് മിക്സഡ് ബാങ്കിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? യൂണിവേഴ്സൽ ബാങ്കിങ്. യൂണിവേഴ്സൽ ബാങ്കിങ്. എനി ഡൗട്ട്? എനി ഡൗട്ട്? ഓക്കെ, നെക്സ്റ്റ് വൺ യൂണിറ്റ് ബാങ്ക്. യൂണിറ്റ് ബാങ്ക് എന്താണ്? യൂണിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ, യൂണിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കലൈസ്ഡ് ബാങ്ക്. യൂണിറ്റ് ബാങ്കിങ് ഈസ് അതർവൈസ് നോൺ ആസ് ലോക്കലൈസ്ഡ് ബാങ്ക്. യൂണിറ്റ് ബാങ്കിങ് ഈസ് അതർവൈസ് നോൺ ആസ് ലോക്കലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ബാങ്കിന് ബ്രാഞ്ചസ് ഒന്നും തന്നെ ഇല്ല. ഓൺലി സിംഗിൾ ബാങ്ക് ഓഫീസ്. ഒരു സിംഗിൾ ബാങ്ക് ഓഫീസ് മാത്രമാണ് എന്തിനുള്ളത്? യൂണിറ്റ് ബാങ്കിനുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. ഓൺലി സിംഗിൾ ബാങ്ക് ഓഫീസ്, നോ ബ്രാഞ്ചസ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും? പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ബാങ്ക് അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ബാങ്കിന്റെ എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ്? എങ്ങനെയാണ്? ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ? ദീസ് ലിമിറ്റഡ് അല്ലേ? ലോ വോളിയം ഓഫ് ഓപ്പറേഷൻ. അവിടുത്തെ പ്രവർത്തന പരിധി വളരെ ചെറുതാണ്, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും വളരെ ചെറുതായിരിക്കും. അപ്പം ഈ യൂണിറ്റ് ബാങ്കിന്റെ എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് യൂണിറ്റ് ബാങ്കിന്റെ എക്സാമ്പിൾ? എവിടെയാണ്? അമേരിക്ക അല്ലേ? USA എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. USA എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. അടുത്ത ബ്രാഞ്ച് ബാങ്കിങ്. എന്താണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? എന്താ? വാട്ട് യു മീൻ ബൈ ബ്രാഞ്ച് ബാങ്കിങ്? എന്താണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? കേട്ടുണ്ടോ ബ്രാഞ്ച് ബാങ്കിങ് എന്ന്? അതായത് ബ്രാഞ്ച് നെറ്റ്വർക്ക് വഴിയുള്ള ഇടപാടുകൾ. നമുക്കറിയാം ഹെഡ് ഓഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ ബ്രാഞ്ച് ഉള്ളൂ അല്ലേ? അപ്പൊ അത്തരം ബാങ്കിങ് ആണ് ഈ പറഞ്ഞ ബ്രാഞ്ച് ബാങ്ക് എന്ന് പറയുന്നത്. ബ്രാഞ്ച് ബാങ്ക് ഈസ് എ ബാങ്കിങ് സിസ്റ്റം ഇൻ വിച്ച് ഓൾ ദ ബാങ്കിങ് ആക്ടിവിറ്റീസ് ആർ ക്യാരിഡ് ഓൺ ത്രൂ എ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ഓൾ ദ ബ്രാഞ്ചസ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹെഡ് ഓഫീസ്. ഞാൻ പറഞ്ഞില്ലേ ഹെഡ് ഓഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ ബ്രാഞ്ചുകൾ ഉള്ളൂ അല്ലേ? ഓക്കെ. ദ ബാങ്കിങ് സിസ്റ്റം വാസ് ഒറിജിനേറ്റഡ് ഇൻ ഇംഗ്ലണ്ട്. അതായത് ഈ പറയുന്ന ബ്രാഞ്ച് ബാങ്ക് എന്ന് പറയുന്ന സംവിധാനം ആരംഭിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഇൻ ദ വേൾഡ് എക്സെപ്റ്റ് USA. USA ഒഴിച്ച് ഈ പറയുന്ന ബാക്കി ഒട്ടുമിക്ക രാജ്യങ്ങളും ഫോളോ ചെയ്യുന്ന ബാങ്കിങ് ആണ് ഇത് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഇന്ത്യയും UK ആണ്. എന്നാൽ USA ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും ഈ പറഞ്ഞ ബ്രാഞ്ച് ബാങ്ക് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കണം. അതായത് എല്ലാ ബ്രാഞ്ചുകളെയും ഒരു ഹെഡ് ഓഫീസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാഞ്ചുകളെയും കൺട്രോൾഡ് ബൈ എ ഹെഡ് ഓഫീസ്. ഓൾ ബ്രാഞ്ചസ് ആർ കൺട്രോൾഡ് ബൈ എ ഹെഡ് ഓഫീസ്. അതിനാണ് നമ്മൾ ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകത്തുണ്ടെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്യുക, ചോദിക്കുക. ഒരു മടിയും വിചാരിക്കരുത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഈ 5 ബാങ്കിങ് പറഞ്ഞ 5 കാര്യങ്ങൾ, 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, ഹെഡ് പറഞ്ഞു. 5 ഹെഡ് ഓക്കെ ആണോ? കൊമേഴ്ഷ്യൽ ബാങ്കിനെ പറ്റി പറഞ്ഞു, ഇൻഡസ്ട്രിയൽ ബാങ്കിനെ പറ്റി പറഞ്ഞു, മിക്സഡ് ബാങ്കിനെ പറ്റി പറഞ്ഞു, യൂണിറ്റ് ബാങ്കിനെ പറ്റി പറഞ്ഞു, ബ്രാഞ്ച് ബാങ്കിനെ പറ്റി പറഞ്ഞു. ക്ലിയർ ആണോ പറയുന്ന കാര്യങ്ങള്? ഓക്കെ. ഇനി അടുത്തതാണ് ചെയിൻ ബാങ്കിങ്. നിങ്ങൾ ചെയിൻ ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ചെയിൻ ബാങ്കിങ് എന്താണ്? ചെയിൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ അതായത്
It is a bank system in which two or more banks are owned and managed by a person or group of person or members of a family. അതിനാണ് നമ്മൾ ചെയിൻ ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ USA. അതായത് ടു ഓർ മോർ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ, രണ്ട് രീതി എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ടു ഓർ മോർ ബാങ്ക്സ് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഓർ മെമ്പർ ഓഫ് എ ഫാമിലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ടു ഓർ മോർ ബാങ്കിങ് കമ്പനീസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി ഓർ മാനേജ്ഡ് ബൈ എനി ഡിവൈസ് ഓർ അതർ ദാൻ ഹോൾഡിംഗ് കമ്പനി. അതായത് ഒന്നോ അതിലധികമോ ബാങ്കുകൾ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ നിയന്ത്രണത്തിൽ അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ നിയന്ത്രിക്കപ്പെടുന്നവയാണെങ്കിൽ അവയെ ചെയിൻ ബാങ്ക് എന്ന് പറയാം. അല്ലെങ്കിൽ ഒന്നിലധികം ബാങ്കുകൾ, അതാണ് ഇവിടെ പറഞ്ഞ ഡെഫിനിഷൻ ഇതാണ്, ഒന്നിലധികം ബാങ്കുകൾ ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ നിയന്ത്രണത്തിലാണെങ്കിൽ അതിന് നമ്മൾ ചെയിൻ ബാങ്ക് എന്ന് പറയാം. അതാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്, സ്ട്രെസ് ചെയ്ത് പഠിച്ചു വെക്കേണ്ടത്, മനസ്സിൽ ഓർക്കേണ്ടത് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹോൾഡിംഗ് കമ്പനി എന്നാണ് കേട്ടോ. നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. രണ്ടാമത്തെ ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ആ ഡെഫിനിഷൻ അവിടെ വരാത്തത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ടു ഓർ മോർ, ഇതൊന്ന് എഴുതി വെക്കണേ. ടു ഓർ മോർ ബാങ്കിങ് കമ്പനീസ്. ഈ ഡെഫിനിഷൻ നിങ്ങളൊന്ന് എഴുതണേ. ഇതിന് ഡെഫിനിഷൻ ഉണ്ട്, ഏത് വേണമെങ്കിലും ചോദിക്കാം. ടു ഓർ മോർ ബാങ്കിങ് കമ്പനീസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ holding company managed by any device other than holding company. Two or more banking companies not under the control of a holding company managed by any device other than holding company. അവിടെ നിങ്ങൾ നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി എന്നുള്ളത് വരച്ചിടുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡെഫിനേഷൻ കൂടെ പഠിച്ചാൽ മതി. ചെയിൻ ബാങ്കിന്റെ എക്സാമ്പിൾ ചോദിച്ചാലും അമേരിക്ക എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. ഓക്കെ, ക്ലിയർ? നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഒന്നെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് പറയണേ. ഓക്കെ, നെക്സ്റ്റ് വൺ ഗ്രൂപ്പ് ബാങ്കിങ്. എന്താണ് ഗ്രൂപ്പ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? ഗ്രൂപ്പ് ബാങ്കിങ് ഈസ് എ ബാങ്കിങ് സിസ്റ്റം under which two or more separately incorporated banking companies are controlled by a holding company. This system was developed in USA and it is most popular in USA. അതായത് ഗ്രൂപ്പ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ ബാങ്ക് സിസ്റ്റം. ടു ഓർ മോർ സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ബാങ്ക് കമ്പനീസ് ആർ കൺട്രോൾഡ് ബൈ എ ഹോൾഡിംഗ് കമ്പനി. അതായത് രണ്ടോ അതിലധികമോ സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ബാങ്കുകൾ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിലാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രൂപ്പ് ബാങ്ക് എന്ന് പറയും. പറഞ്ഞു മനസ്സിലായോ? മുമ്പ് നമ്മൾ ചെയിനിൽ പറഞ്ഞു എന്താണ്? നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി, അതാണ് ചെയിൻ. പിന്നെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി. അവിടെയാണ് നിങ്ങൾ അടിവരയിട്ട് പഠിക്കേണ്ടത്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് ഗ്രൂപ്പ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനിയും, ചെയിൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനിയുമാണ്. ക്ലിയർ? എന്താണ് ഹോൾഡിംഗ് കമ്പനി എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഹോൾഡിംഗ് കമ്പനി, വാട്ട് യു മീൻ ബൈ ഹോൾഡിംഗ് കമ്പനി? ഇപ്പം പറഞ്ഞല്ലോ ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിലാണെങ്കിൽ അത് ഗ്രൂപ്പ് ബാങ്ക് എന്നും, ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിൽ അല്ല എങ്കിൽ അത് ചെയിൻ ബാങ്ക് എന്നും പറഞ്ഞു. എന്താ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ 50% കൂടുതൽ ഷെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, അതായത് ഇഫ് എ കമ്പനി സബ്സ്ക്രൈബ്ഡ് മോർ ദാൻ 51% ഓഫ് അനദർ കമ്പനി ഈസ് കോൾഡ് ഹോൾഡിംഗ് കമ്പനി. ഇപ്പം എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ വൈ എന്ന് പറയുന്ന കമ്പനി വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ എക്സ് എന്ന് പറഞ്ഞ ആരാണ്? എക്സ് ആരായിരിക്കും? എക്സിന്റെ ഷെയർ വൈ വാങ്ങി. കാരണം എക്സ് എന്ന് പറയുമ്പോൾ സബ്സിഡറി കമ്പനിയാണ്, വൈ ആണ് അവിടുത്തെ ഹോൾഡിംഗ് കമ്പനി.
വൈ ആണ് അവിടുത്തെ ഹോൾഡിംഗ് കമ്പനി. മനസ്സിലാക്കി പഠിച്ചു വേണം പോകാൻ വേണ്ടി. കാണാതെ പഠിക്കുമല്ല നമ്മൾ ചെയ്യണം, നമ്മൾ മനസ്സിലാക്കുക, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിനകത്തൊക്കെ ഓരോ പോയിന്റ്സ് ആണ്. ഇപ്പൊ യൂണിറ്റ് ബാങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് ബാങ്കിന് അവിടെ ബ്രാഞ്ചുകൾ ഇല്ല എന്നുള്ള കാര്യമാണ്. സിംഗിൾ ബാങ്ക് ഓഫീസാണ്, നോ ബ്രാഞ്ചസ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അവിടെ തെറ്റിക്കും. നിങ്ങൾ യൂണിറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വന്ന് ആ ഒരു സെന്റൻസ് നിങ്ങളുടെ മനസ്സിൽ കാണണം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഹോൾഡിംഗ് കമ്പനിയുടെ കാര്യമാണ് പറഞ്ഞത്. ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ അത് ഗ്രൂപ്പ് ബാങ്കിങ്ങും, ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിൽ വരാത്ത ഏതാണ്? ചെയിൻ ബാങ്കിങ്. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അവിടെയാണ് നിങ്ങളുടെ മാർക്ക്. അതായത് ഇതെല്ലാം കാണാതെ പഠിച്ചു വെക്കുക എന്നുള്ളതല്ല. ക്ലിയർ ആണോ പറയുന്നത്? ഞാൻ ആവശ്യമില്ലാത്ത ഒരു പോയിന്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുമില്ല, പറയത്തുമില്ല. പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വാരി വലിച്ചൊന്നും തരത്തില്ല. അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. കേട്ടോ? കേട്ടോടെ? നിങ്ങൾ റെസ്പോൺസ് ഇല്ലാത്ത ബാച്ച് ആണല്ലോടെ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം, നമ്മൾ റേഡിയോ പോലെ ഇങ്ങനെ വളരെ നമ്മളിപ്പോ ക്ലാസ്സിൽ വന്ന് എടുക്കുകയാണെങ്കിലേ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. അതർവൈസ് നിങ്ങൾ കമന്റ് എങ്കിലും ചെയ്യണം കേട്ടോ. കമന്റ്സ് നമ്മൾ വായിച്ചോളാം, പ്രശ്നമില്ല. ഓക്കെ ജീനോ, ഓക്കെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ജീനോ, ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നാരോ ബാങ്കിങ്. നാരോ ബാങ്കിങ്, നാരോ ബാങ്കിങ്. ഓക്കെ, നാരോ ബാങ്കിങ്. എന്താ നാരോ ബാങ്കിങ്? നിങ്ങൾ നാരോ ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ നാരോ ബാങ്കിങ് നോക്കിയേ. ഇൻ എ നാരോ ബാങ്കിങ് the banks are providing only very limited banking service. They mobilize deposit from public and invest the fund in low risk assets such as government securities. എന്ന് വെച്ചാൽ നാരോ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇൻ എ നാരോ ബാങ്കിങ് banks are providing only very limited banking service. അവര് വളരെ ലിമിറ്റഡ് ആയിട്ട് അവരുടെ ബാങ്കിങ് സർവീസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും, വളരെ കുറച്ച്, അതിൽ ഏറ്റവും കുറച്ച് ബാങ്കിങ് സർവീസ് കൊടുക്കാൻ പറ്റും അത്രയും. അവരുടെ ആ സർവീസ്, ബാങ്കിങ് സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നാരോ ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഇവര് എന്താ, കസ്റ്റമേഴ്സിന് ഡെപ്പോസിറ്റ് വാങ്ങും പക്ഷെ ലോൺ കൊടുക്കത്തില്ല. മുമ്പ് നമ്മൾ വേറൊരു കൂട്ടരെ പഠിച്ചിരുന്നു അല്ലേ? അതെന്തായിരുന്നു? അവര് ഡെപ്പോസിറ്റ് വാങ്ങത്തില്ല പക്ഷെ ലോൺ കൊടുക്കുന്ന ഒരു കൂട്ടരെ പഠിച്ചിരുന്നു. അതായതാണ്? അത് ഇൻഡസ്ട്രിയൽ ബാങ്ക് അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. എന്നാൽ ഇവിടെ നാരോ ബാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവര് കസ്റ്റമേഴ്സിന് ഡെപ്പോസിറ്റ് വാങ്ങും. ഒരു ബാങ്കിന്റെ ഏറ്റവും വലിയ ലയബിലിറ്റി ആണ് ഡെപ്പോസിറ്റ്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഒരു ബാങ്കിന്റെ ഏറ്റവും വലിയ ലയബിലിറ്റി എന്താണ്? ഡെപ്പോസിറ്റ് ഇല്ല, വാങ്ങിച്ചു വെക്കുക, ലോൺ കൊടുക്കത്തില്ല, ആ ബാങ്ക് പൊട്ടിപ്പോത്തേ ഉള്ളൂ അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആണ് കേട്ടോ. ഓക്കെ, അതവിടെ വീട്, നമുക്ക് വേറെ പറയാം. ഓക്കെ, അപ്പം നാരോ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഈ ബാങ്ക്സ് കസ്റ്റമറിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങും പക്ഷെ ലോൺ നൽകത്തില്ല. കാരണം അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. നാരോ ബാങ്ക് റിസ്ക് എടുക്കത്തില്ല. ഇത് തന്നില്ലെങ്കിൽ പൊട്ടിപ്പോവോ, അങ്ങനെ റിസ്ക്, അങ്ങനെ ഒരു റിസ്കിങ് ഫാക്ടർ ഉണ്ട്. ലോൺ കൊടുക്കുമ്പോൾ റിസ്ക് എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടല്ലോ. അപ്പൊ റിസ്ക് എടുക്കാൻ തയ്യാറല്ല നാരോ ബാങ്ക്. ഇവര് ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അവരെന്ത് ചെയ്യും? റിസ്ക് ഫ്രീ അസറ്റ് ഉണ്ടല്ലോ, റിസ്ക് ഫ്രീ അസറ്റ് ഉണ്ട്, ലോ റിസ്ക് അസറ്റ് എന്നൊക്കെ പറയും. അവിടെ കൊണ്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ കൊണ്ട് എന്ത് ചെയ്യും? അവർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് ഡെപ്പോസിറ്റേഴ്സിന് അവർ പലിശ നൽകും. അതായത് ഡെപ്പോസിറ്റേഴ്സ് എല്ലാം ഇവരെന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് എല്ലാം ഇങ്ങനെ നിങ്ങൾ സ്വീകരിക്കും, എന്നിട്ട് ലോൺ ഒന്നും ആർക്കും കൊടുക്കത്തില്ല. പകരം വന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഇവർ പോയി ഗവൺമെന്റ് സെക്യൂരിറ്റിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അവിടെ റിസ്ക് ഒന്നും ഇല്ലല്ലോ, ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലേ, അവിടെ റിസ്ക് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത്തരം ബാങ്കുകളെ പറയുന്ന പേരാണ് നാരോ ബാങ്കിങ്. അത്തരം ബാങ്കുകളെ പറയുന്ന പേരാണ് നാരോ ബാങ്കിങ്. ക്ലിയർ ആണോ പറയുന്നേ? ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇൻഡിജീനിയസ് ബാങ്കിങ്. അടുത്തത് ഇൻഡിജീനിയസ് ബാങ്കിങ്. എന്താണ് ഈ ഇൻഡിജീനിയസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? നോക്കിയേ, ഇൻഡിജീനിയസ് ബാങ്ക്സ് ആർ ഓർഗനൈസ്ഡ് മണി ലെൻഡേഴ്സ് accepting deposit, lending money to the needy person and dealing in hundis. Individuals and partnership firms can act as indigenous banking. ഒന്നുമില്ല, ഇവിടെ പറയുമ്പോഴത്തേക്ക് ഇതൊരു റീഓർഗനൈസ്ഡ് മണി ലെൻഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന ഇൻഡിജീനിയസ് ബാങ്കിന്. അതായത് ഈ പറയുന്ന ഡെപ്പോസിറ്റ് വാങ്ങുകയും ലോൺ നൽകുകയും ചെയ്യുന്ന ബാങ്കുകളാണ്, അത്തരം ഗ്രൂപ്പിൽപ്പെടുന്ന ബാങ്കുകൾ തന്നെയാണ് ഇൻഡിജീനിയസ് ബാങ്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇവര് ഹുണ്ടിക, അതായത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. ഹുണ്ടിക എന്നൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഈ പറയുന്ന നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ പറയുന്ന ഒരു തരം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഹുണ്ടിക എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിലൂടെ മണി ലെൻഡിങ് നടത്തുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഇൻഡിജീനിയസ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇൻഡിജീനിയസ് ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. അതൊരു റീഓർഗനൈസ്ഡ് മണി ലെൻഡേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം.
ഒന്നുമില്ല, ഡെപ്പോസിറ്റ് വാങ്ങും, ലോൺസ് നൽകും, എന്നാൽ അതൊരു എന്താ പറയുന്നത്, ഒരു ഹുണ്ടിക എന്ന രീതിയിൽ ഒരു ഇൻസ്ട്രുമെന്റ് കണക്കാക്കി മണി ലെൻഡിങ് നടത്തുന്ന ഒരു സംവിധാനമാണത് ഇൻഡിജിനസ് ബാങ്ക്. അതിൽ കൂടുതലൊന്നും അതിനെ പറ്റിയില്ല, പിന്നെ അത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് കറസ്പോണ്ടന്റ് ബാങ്കിങ്. കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്താണ് കറസ്പോണ്ടന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? Correspondent banks refers to a financial institution that provides service to another bank, usually in another country. It acts as an intermediary or an agent for accepting deposit. അതായത് corresponding banks refers to a financial institution that provides service to another bank, usually in another country. അതായത് ഇവിടെ 3 പേഴ്സൺസ് ഉണ്ടായിരിക്കും. ഒന്ന് ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന, ഇടനിലക്കാരനായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ബാങ്ക് ഉണ്ടായിരിക്കും, ഒരു ഏജന്റ് ഉണ്ടായിരിക്കും, ഒരു തേർഡ് പാർട്ടി ബാങ്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ കറസ്പോണ്ടന്റ് ബാങ്ക് ഫോറിൻ കൺട്രിയിലുള്ള ഒരു ബാങ്കാണ്. അപ്പം ഈ ഫോറിൻ കൺട്രിയിലുള്ള കസ്റ്റമർ ഇവിടെയുള്ള ബാങ്കുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ അതിന്റെ ഇന്റർമീഡിയറ്റ് ആക്ട് ചെയ്യും കറസ്പോണ്ടന്റ് ബാങ്ക്. അപ്പം ഗൾഫിലുള്ള ഒരാള്, നാട്ടിലുള്ള ഒരാള് അപ്പം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അവിടെയുള്ള ഒരു ബാങ്ക്, ഇപ്പൊ ഫോറിൻ ബാങ്ക്സ് ഇന്ത്യയിലുള്ള ഫോറിൻ ബാങ്ക്സ് ഒക്കെ ഇല്ലേടി, അപ്പം അവിടെയുള്ളൊരു ബാങ്ക് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ അതിന്റെ ബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ആ ബാങ്ക് ത്രൂ അവിടെ നിന്നുള്ള ബാങ്ക് ഇങ്ങോട്ട് അയക്കുന്നു, അത് നമ്മളിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു കറസ്പോണ്ടിങ്, അതായത് കറസ്പോണ്ടന്റ് ബാങ്ക് റെഫേഴ്സ് ടു എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് സർവീസ് ടു അനദർ ബാങ്ക്, യൂഷ്വലി ഇൻ അനദർ കൺട്രി. അതായത് വേറൊരു രാജ്യത്തുള്ള ബാങ്ക് അവരുടെ നാട്ടിലുള്ള, നമ്മുടെ നാട്ടിലുള്ള ഒരു ബ്രാഞ്ചുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നു. ഇത്രേ ഉള്ളൂ, അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് കറസ്പോണ്ടിങ് എന്ന് പറയുന്നത്, കറസ്പോണ്ടന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഗാദറിംഗ് ഡോക്യുമെന്റ്സ്, കണ്ടക്ടിങ് ബിസിനസ് ട്രാൻസാക്ഷൻ, ഇതെല്ലാം ഈ പറയുന്ന റെസ്പോണ്ടന്റ് ബാങ്കിന്റെ ഉത്തരവാദിത്വമായിരിക്കും. അത് റെസ്പോണ്ടന്റും ഉണ്ട്, കറസ്പോണ്ടന്റും ഉണ്ട്. ഇപ്പൊ നാട്ടിലുള്ളതും വിദേശത്തുള്ളൂ, അതിന്റെ ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ബാങ്ക്, അത്രേ ഉള്ളൂ. അതാണ് കറസ്പോണ്ടന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. കറസ്പോണ്ടന്റ് ബാങ്ക് റെഫേഴ്സ് ടു എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് സർവീസ് ടു അനദർ ബാങ്ക്, യൂഷ്വലി മറ്റൊരു ബാങ്കിന് വേണ്ടിയാണ് ചെയ്യുന്നത്, യൂഷ്വലി ഇൻ അനദർ കൺട്രി. അതായത് മറ്റൊരു രാജ്യത്തുള്ള ഒരു ബാങ്കിന് വേണ്ടി അവരുടെ ബാങ്കിങ് സർവീസ് നടത്തുന്ന ബാങ്കിനെയാണ്, അത്തരം ബാങ്കിങ് സർവീസിനാണ് നമ്മൾ കറസ്പോണ്ടന്റ് ബാങ്ക്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നു, അതാണ് കറസ്പോണ്ടിങ്. അത് ബാങ്കിങ് രീതിയിൽ ചിന്തിച്ചാൽ മതി, അതാണ് കറസ്പോണ്ടന്റ് ബാങ്ക്. കൂടുതലൊന്നുമില്ല, ഇതൊക്കെ ആ ടേംസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് റീറ്റെയിൽ ബാങ്കിങ്. എന്താണ് റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ റീറ്റെയിൽ ബാങ്കിങ്? കേട്ടിട്ടുണ്ടോ റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? എന്താണ് റീറ്റെയിൽ ബാങ്കിങ്? ആർക്കെങ്കിലും പറയാമോ റീറ്റെയിൽ ബാങ്കിങ് എന്താണെന്ന്? കേട്ടിട്ടുണ്ടോ റീറ്റെയിൽ ബാങ്കിങ്, ഹോൾസെയിൽ ബാങ്കിങ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ റീറ്റെയിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ? ഈ റീറ്റെയിൽ ബാങ്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കൺസ്യൂമർ ബാങ്കിങ് അല്ലെങ്കിൽ പേഴ്സണൽ ബാങ്കിങ്. അതായത് നാട്ടിലെ ഇൻഡിവിജ്വൽസിനെയും ജനറൽ പബ്ലിക്കിനെയും മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ബാങ്കിങ് സിസ്റ്റമാണ് റീറ്റെയിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പം റീറ്റെയിൽ ബാങ്കിന്റെ ബാങ്കിങ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ലോണ്, കൺസ്യൂമർ ലോൺസ്, അതുപോലെ MSME, എഡ്യൂക്കേഷൻ ലോണ്, അഗ്രികൾച്ചർ ലോണ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നാട്ടിലെ ഇൻഡിവിജ്വൽസിനെ, ജനറൽ പബ്ലിക്കിനെ എയിം ചെയ്തുകൊണ്ടുള്ള ബാങ്കിങ് സർവീസ്, അതാണ് റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഹോൾസെയിൽ ബാങ്കിങ് ഉണ്ട്. എന്താ ഹോൾസെയിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ? അത് ലാർജ് ഓർ ബിഗ് കസ്റ്റമർ, അതായത് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ബാങ്കിനെയാണ് നമ്മൾ ഹോൾസെയിൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഹോൾസെയിൽ ബാങ്കിങ് എന്ന് പറയുന്നത്, അതായത് ഹോൾസെയിൽ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രീസ് ഉണ്ടാകാം, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ ലോക്കൽ അതോറിറ്റീസ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, അതാണ് ഹോൾസെയിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അതായത് റീറ്റെയിൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നാട്ടിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട്, നമുക്കല്ലേ ഈ പറഞ്ഞ വെഹിക്കിൾ ലോണിന്റെ ആവശ്യം, കൺസ്യൂമർ ലോണിന്റെ ആവശ്യം ആർക്കാണ്? പാവപ്പെട്ടവനാണ്. പേഴ്സണൽ ലോണിന്റെ ആവശ്യം ആർക്കാണ്? അതും പാവപ്പെട്ട നമ്മളെപ്പോലുള്ള ഇൻഡിവിജ്വൽസിനാണ് ആവശ്യം. അഗ്രികൾച്ചർ ലോൺസ് വേണ്ട ആർക്കാ? സാധാരണക്കാർക്കാണ് വേണ്ടത്, അല്ലെ? എഡ്യൂക്കേഷൻ ലോൺ വേണ്ട ആർക്കാണ്? MSME വേണ്ട ആർക്കാണ്? അതെല്ലാം എന്താണ്? നാട്ടിലെ ഇൻഡിവിജ്വൽസിനാണ്, അല്ലെ? ജനറൽ പബ്ലിക്കിന് വേണ്ടതാണ്. അതാണ് റീറ്റെയിൽ ബാങ്കിങ്. എന്നാൽ ഹോൾസെയിൽ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ പറയുന്ന നാട്ടിലെ ഇൻഡിവിജ്വൽസിനാണോ വേണ്ടത്? അല്ല. ആർക്കാ വേണ്ടത്? ബിഗ് കസ്റ്റമേഴ്സ്, അല്ലെ? ലാർജ് കോർപ്പറേറ്റ്സിനാണ് വേണ്ടത്, കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിനാണ് വേണ്ടത്. ഇപ്പൊ ഗവൺമെന്റ് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം, ഇൻഡസ്ട്രീസ്, അല്ലെ റിയൽ എസ്റ്റേറ്റ്, ലോക്കൽ അതോറിറ്റീസ്, ഇൻഡസ്ട്രീസ്, കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്, ഇതെല്ലാം എന്താണ്? ഹോൾസെയിൽ ബാങ്കിങ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്,
Dash is considered with the lending and borrowing between bank and general public. Dash is considered with the lending and borrowing between banks and general public. ആൻസർ എന്താ വരുന്നത്? ആൻസർ എന്തായിരിക്കും? പറയടേ. റീറ്റെയിൽ ബാങ്ക്. റീറ്റെയിൽ ബാങ്ക്. അതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചോദിക്കാം. ഡാഷ് ഇസ് കൺസേൺഡ് വിത്ത് ലെൻഡിങ് ആൻഡ് ബോറോവിങ്സ് ബിറ്റ്വീൻ ബാങ്ക്സ് ആൻഡ് ലാർജ് കസ്റ്റമേഴ്സ്. ദാറ്റ് ഈസ് ഹോൾസെയിൽ ബാങ്കിങ്. ഹോൾസെയിൽ ബാങ്ക്. കേട്ടോ, പഠിച്ചു വെച്ചേക്കണം ഈ കാര്യങ്ങളൊക്കെ. ഈ ഹോൾസെയിൽ ബാങ്കിന്റെ കുറച്ച് ബാങ്കിങ് പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു റീറ്റെയിൽ ബാങ്കിങ് പ്രോഡക്ട്സ് വെഹിക്കിൾ ലോൺ, കൺസ്യൂമർ ലോൺസ്, പേഴ്സണൽ ലോൺസ് ഒക്കെയാണെന്ന് പറഞ്ഞു. എന്നാൽ ഹോൾസെയിൽ ബാങ്കിന്റെ ബാങ്കിങ് പ്രോഡക്ട്സ് ആണ് ഈ പറയുന്ന ഫണ്ട് മാനേജ്മെന്റ്. നോട്ട് ചെയ്യണം കേട്ടോ. ഫണ്ട് മാനേജ്മെന്റ്, ക്യാഷ് മാനേജ്മെന്റ്, ഫണ്ട് മാനേജ്മെന്റ്, ക്യാഷ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ കൺസൾട്ടൻസി, അണ്ടർ റൈറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിളാണ്. ഒന്ന് രണ്ട് എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ചേക്കണേ. ക്യാഷ് മാനേജ്മെന്റ്, ഫണ്ട് മാനേജ്മെന്റ്, ഇന്റർ ബാങ്ക് ലെൻഡിങ്, അണ്ടർ റൈറ്റിംഗ്, കൺസൾട്ടൻസി, വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ കേട്ടോ. ഏതൊക്കെയാണ്? ക്യാഷ് മാനേജ്മെന്റ്, ഫണ്ട് മാനേജ്മെന്റ്, പിന്നെ അണ്ടർ റൈറ്റിംഗ്, കൺസൾട്ടൻസി, ഇന്റർ ബാങ്ക് ലെൻഡിങ്, പിന്നെന്താ പറഞ്ഞത്? വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്. ഇത്രയെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി ഒന്ന് വായിച്ചു നോക്കിയേക്കണം കേട്ടോ. വേണമെങ്കിൽ ചോദിക്കാം ഈ ഹോൾസെയിൽ ബാങ്കിങ് പ്രോഡക്റ്റ്. ഇനിയിപ്പോൾ ഈ ബാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞാൽ മനസ്സിലായോ? ബാക്കി കോർപ്പറേഷനും ഫോറിൻ കോർപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട്. പക്ഷെ ബാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? ബാങ്കിങ് പുതിയ ക്വസ്റ്റ്യൻസ് അല്ലേ വരുന്നത്? അല്ലേടേ, നിങ്ങൾ എഴുതുന്ന ആളുകളല്ലേ? ഇപ്പം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് നമ്മളെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഓരോന്ന് പറയുന്നതും നിങ്ങൾ നോട്ട് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ അതനുസരിച്ച് ചെയ്തു പോകണം കേട്ടോ. അപ്ലൈ ചെയ്തു പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ഓഫ്ഷോർ ബാങ്ക്. എന്താണ് ഓഫ്ഷോർ ബാങ്ക്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓഫ്ഷോർ ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഓഫ്ഷോർ ബാങ്ക് ഈസ് എ ബാങ്ക് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ കൺട്രി ഓഫ് ദ റെസിഡൻസ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്, ടിപ്പിക്കലി ഇൻ എ ലോ ടാക്സ് jurisdiction due to some legal and financial advantages. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സ്വിസ് ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? സ്വിസ് ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഓഫ്ഷോർ ബാങ്കുകളുള്ള എവിടെയാണെന്ന് അറിയാമോ? ഓഫ്ഷോർ ബാങ്കുകൾ ഏറ്റവും കൂടുതൽ ലോകത്തുള്ളത് എവിടെയാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? അത് സ്വിറ്റ്സർലാൻഡിലാണ് കേട്ടോ. എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ് കേട്ടോ. അപ്പോൾ ഓഫ്ഷോർ ബാങ്ക് ഈസ് എ ബാങ്ക് located outside the country of the residence of depositors, typically in a low tax jurisdiction due to some legal and financial advantages. അതായത് ഈ പറയുന്ന ഓഫ്ഷോർ ബാങ്കുകൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. നിയമപരമായിട്ട് നൽകേണ്ട ടാക്സും കാര്യങ്ങളൊക്കെ വെട്ടിച്ച് ഓഫ്ഷോർ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ആ വിവരങ്ങൾ ഒരിക്കലും അവർ ആർക്കും നൽകത്തില്ല, ആ കസ്റ്റമർ ആരാന്നുള്ളതൊക്കെ. ഓക്കെയാണോ? അപ്പം ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന രാജ്യത്ത് ടാക്സ് എന്താണ്? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ അക്കൗണ്ട്സ് പഠിക്കും. NRE അക്കൗണ്ട്, NRO അക്കൗണ്ട് അല്ലേ? അതൊക്കെ പഠിക്കും. അപ്പൊ അവിടെ ടാക്സ് ഇല്ലാത്ത അക്കൗണ്ട് ഏതാണ്, ടാക്സ് ഉള്ള അക്കൗണ്ട് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ പഠിക്കും. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഓഫ്ഷോർ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മൾട്ടി നാഷണൽ ബാങ്കുകളെയാണ് നമ്മൾ ഓഫ്ഷോർ ബാങ്ക് എന്ന് പൊതുവെ പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ ബാങ്കുകളാണ് ഓഫ്ഷോർ ബാങ്ക്. അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളും ബാങ്കും രണ്ട് രാജ്യത്തായിരിക്കും. ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളും ബാങ്കും എവിടെയായിരിക്കും? രണ്ട് രാജ്യത്തായിരിക്കും. ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന രാജ്യത്ത് ടാക്സ് കുറവായിരിക്കും. ടാക്സ് കുറവായിരിക്കും. ക്ലിയർ ആണോ? ഈ ഡെപ്പോസിറ്റ് സംബന്ധിച്ച വിവരങ്ങൾ അവർ പുറത്തുവിടത്തില്ല. ബാങ്ക് ആ രാജ്യത്ത് ആ ബാങ്ക് ആരുടെയാണ് ഡെപ്പോസിറ്റ്, എത്ര രൂപയുണ്ട്, അതൊന്നും ഒരിക്കലും പുറത്തുവിടത്തില്ല. അതുപോലെ കസ്റ്റമേഴ്സിന്റെ ഫിനാൻഷ്യൽ ആ ഒരു ക്യാഷ് എങ്ങനെ ഉണ്ടായി, ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജ്, അതുമായി ബന്ധപ്പെട്ട സോഴ്സ് ഒന്നും ചോദിക്കരുത്. ഈ ക്യാഷ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അവിടെ ഉണ്ടാകത്തില്ല. ടാക്സ് കൊടുക്കണ്ട. അപ്പൊ അത്തരം ബാങ്കിയാണ് ഓഫ്ഷോർ ബാങ്ക് എന്ന് പറഞ്ഞാൽ.
അത് ഇൻഡിവിജ്വൽസിനോ കമ്പനീസിനോ ഈ പറഞ്ഞ ഓഫ്ഷോർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും ഡെപ്പോസിറ്റ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടത്തില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ലോകത്ത് ഓഫ്ഷോർ ബാങ്കുള്ള രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. നിങ്ങൾ എന്താ പറയാത്തെ? പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോൾ എന്താ പറയാത്തെ? സ്വിറ്റ്സർലാൻഡ് ആണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഓഫ്ഷോർ ബാങ്ക് എന്താണെന്ന് ഏകദേശ ധാരണ കിട്ടിയോ? നിങ്ങളുടെ ഷോർട്ട് നോട്ടും ഈ നോട്ട്സും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. ചോദിച്ചു. ഡൗട്ട് എന്നാണോ പറഞ്ഞേ? എന്താ പറഞ്ഞേ? കേട്ടില്ല കേട്ടോ. നിങ്ങളുടെ ഓക്കെ ഓക്കെ നിങ്ങളുടെ ഡൗട്ട്, നിങ്ങളുടെ ഷോർട്ട് നോട്ട്സും നോട്ട്സും കൂടെ നിങ്ങൾ വെച്ച് ക്ലിയർ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാം ധാരണ ആയിക്കോളും കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പക്കായിട്ട് കിട്ടിക്കോളും. ഓക്കെ. ഇനി അടുത്ത് ഷാഡോ ബാങ്കിങ്. വാട്ട് യു മീൻ ബൈ ഷാഡോ ബാങ്കിങ്? ഷാഡോ ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഷാഡോ ബാങ്കിങ് എന്താണ്? ഷാഡോ ബാങ്ക് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഷാഡോ ബാങ്കിങ് എന്ന് എന്താണ്? ഷാഡോ ബാങ്കിങ് system comprises a diverse set of financial institutions and markets that collectively carry out traditional banking functions beyond review of banking laws. അതിനാണ് നമ്മൾ ഷാഡോ ബാങ്കിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഈ പറയുന്ന ബാങ്കിങ് നിയമങ്ങൾക്ക് പുറത്തു നിന്നുകൊണ്ട് ട്രഡീഷണൽ ആയിട്ട് ബാങ്കിങ് ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന പേരാണ് ഷാഡോ ബാങ്ക് എന്ന് പറയുന്നത്. അവര് ബാങ്കിങ് പ്രൊവൈൻസസിന് പുറത്തായിരിക്കും. അതായത് ബാങ്കിങ്ങിന്റെ നിയമങ്ങൾക്ക് പുറത്തു നിന്നുകൊണ്ട് ട്രഡീഷണൽ ആയിട്ട് പഴയ രീതിയിൽ തന്നെ ബാങ്കിങ് ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ഷാഡോ ബാങ്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഷാഡോ ബാങ്ക് എന്ന് പറയാം. അത്ര മനസ്സിലാക്കിയാൽ മതി. അടുത്ത കാസിനോ ബാങ്ക്. എന്താ കാസിനോ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കാസിനോ ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ഊഹക്കച്ചവടം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഊഹക്കച്ചവടം, ചൂതാട്ടങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കാസിനോ ബാങ്കിങ് ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രാക്ടീസ് ഇൻവോൾവ് ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ് അൺഡ്യൂലി സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ്. അൺഡ്യൂലി അതാണ് ഈ ഊഹക്കച്ചവടം, ചൂതാട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള ആക്ടിവിറ്റി അതാണ് കാസിനോ ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുമ്പേ നമ്മൾ മറ്റൊരു ബാങ്കിങ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? നാരോ ബാങ്കിങ്ങിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കാസിനോ ബാങ്കിങ്. കാരണം നാരോ ബാങ്കിനകത്ത് അവർ റിസ്ക് എടുക്കത്തില്ല. റിസ്ക് ഫ്രീ ബാങ്കിങ് ആണ് നാരോ ബാങ്കിങ്. ചോദിക്കാം കേട്ടോ, ചോദിച്ചിട്ടുണ്ട്, ഏതോ ഓർമ്മ ചോദിച്ചിട്ടുണ്ട്. റിസ്ക് ഫ്രീ ബാങ്കിങ് ആണ് നാരോ ബാങ്കിങ്. എന്നാൽ ഹൈ റിസ്ക് ബാങ്കിങ് ആണ് ഏത്? കാസിനോ ബാങ്കിങ് കേട്ടോ. കാസിനോ ബാങ്കിങ് എന്ന് പറഞ്ഞു. അടുത്ത് മെർച്ചന്റ് ബാങ്കിങ്. എന്താണ് മെർച്ചന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? മെർച്ചന്റ് ബാങ്കിങ് is a combination of banking and consultancy service. Merchant bank is a combination of banking and consultancy service. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. എന്താണ് മെർച്ചന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? എന്താണ്? കോമ്പിനേഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് കൺസൾട്ടൻസി സർവീസ്. ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോടാ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതിനകത്ത്? ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? അതായത് ബാങ്കിങ് സർവീസുകളും കൺസൾട്ടൻസി സർവീസുകളും നടത്തുന്ന ബാങ്കിനെയാണ് നമ്മൾ മർച്ചന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈ മർച്ചന്റ് ബാങ്കിങ് സംവിധാനം ആരംഭിച്ചത് ഏത് വർഷം എന്ന് പറയാമോ? ഇന്ത്യയിൽ മർച്ചന്റ് ബാങ്കിങ് സംവിധാനം ആരംഭിച്ച ഏത് വർഷം എന്ന് പറയാമോ? 1900 പറഞ്ഞു, ശരിയാണ്, 1967. മറന്നുപോലും പഠിച്ചു വെച്ചോക്കണം. 1967 ഇന്ത്യയിൽ മർച്ചന്റ് ബാങ്കിങ് ആരംഭിച്ചത്. ഏത് ബാങ്ക് എന്ന് പറയാമോ? ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഇൻ ഇന്ത്യ മർച്ചന്റ് ബാങ്കിങ് ബിസിനസ് സ്റ്റാർട്ടഡ്. അങ്ങനെ ചോദിച്ചാൽ ആൻസർ ഏത് വരും? ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ മർച്ചന്റ് ബാങ്കിങ് ബിസിനസ് സ്റ്റാർട്ട്. ഇന്ത്യയിൽ ഏത് ബാങ്കാണ് ആദ്യമായിട്ട് മർച്ചന്റ് ബാങ്കിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? പറയാമോ? 1967 നിങ്ങൾക്ക് മനസ്സിലായി. ഏത് ബാങ്ക് എന്ന് പറയാമോ? നാഷണൽ പറഞ്ഞോ. ഗ്രില്ലൈസ്ഡ് ബാങ്ക് കേട്ടോ. നാഷണൽ ഗ്രില്ലൈസ്ഡ് ബാങ്ക് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പറയുന്ന മർച്ചന്റ് ബാങ്കിങ് ആരംഭിച്ചത്. നാഷണൽ ഗ്രില്ലൈസ്ഡ് ബാങ്ക് ആണ് ആദ്യമായിട്ട് മർച്ചന്റ് ബാങ്കിങ് ആരംഭിച്ചത് 1967. സെക്കൻഡ് ബാങ്ക് ഏതാന്ന് പറയാമോ? മർച്ചന്റ് ബാങ്ക് ആരംഭിച്ച സെക്കൻഡ് ബാങ്ക്
സിറ്റി ബാങ്ക് ആണ് കേട്ടോ. സിറ്റി ബാങ്ക് 1970. എന്നാൽ ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് വിച്ച് സ്റ്റാർട്ടഡ് സെപ്പറേറ്റ് ഡിവിഷൻ ഫോർ മെർച്ചന്റ് ബാങ്കിങ് ചോദിച്ചാൽ ഏതാണ്? ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് വിച്ച് സ്റ്റാർട്ടഡ് സെപ്പറേറ്റ് ഡിവിഷൻ ഫോർ മെർച്ചന്റ് ബാങ്കിങ് ചോദിച്ചാൽ ഏതാണ്? പറയാമോ ഏതായിരിക്കും? ദാറ്റ് ഈസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പറഞ്ഞതുപോലെ പഠിച്ചു വെച്ചേക്കണം. 71-73 കാലഘട്ടം കേട്ടോ. 1971-73 കാലഘട്ടം. പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണേ. അതായത് എന്താ മർച്ചന്റ് ബാങ്ക്? ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ മെർച്ചന്റ് ബാങ്കിങ് ബിസിനസ് സ്റ്റാർട്ടഡ്. അതാണ് നാഷണൽ ഗ്രിഡലൈസ്ഡ് ബാങ്ക്. ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ മർച്ചന്റ് ബാങ്കിങ് ബിസിനസ് സ്റ്റാർട്ടഡ്. ഇന്ത്യയില് മർച്ചന്റ് ബാങ്കിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ബാങ്ക് അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നാഷണൽ ഗ്രിഡലൈസ്ഡ് ബാങ്ക്. സെക്കൻഡ് ആണെങ്കിൽ സിറ്റി ബാങ്ക്. സെക്കൻഡ് ആണെങ്കിൽ സിറ്റി ബാങ്ക്. ഓക്കെ. എന്നാൽ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് വിച്ച് സ്റ്റാർട്ടഡ് സെപ്പറേറ്റ് ഡിവിഷൻ ഫോർ മർച്ചന്റ് ബാങ്ക് എന്ന് ചോദിച്ചാൽ എന്താണ്? പറഞ്ഞേടേ. SBI. 1971-73 കാലഘട്ടം. ഗ്രിഡലൈസ്ഡ് ബാങ്കിന്റെ സ്പെല്ലിംഗ് ആണെങ്കിൽ GRILIC ആണ് കേട്ടോ. നാഷണൽ ഗ്രിഡലൈസ്ഡ് ബാങ്ക്. ഓക്കെ. അപ്പൊ പഠിച്ചു വെച്ചേക്കണം. മർച്ചന്റ് ബാങ്ക് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് കൺസൾട്ടൻസി സർവീസ്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത ഡോർ സ്റ്റെപ്പ് ബാങ്ക് നമ്മൾ വിട്ടുപോയിരുന്നു അല്ലെ. ഡോർ സ്റ്റെപ്പ് ബാങ്ക്. എന്താണ് ഡോർ സ്റ്റെപ്പ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? എന്താണ് ഡോർ സ്റ്റെപ്പ് ബാങ്ക്? നോക്കിയേ. It is a banking concept in which the banking services are offered to a customer's doorstep either through own employees or through agents. Okay. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ന്യൂ ജനറേഷൻ ബാങ്കുകളൊക്കെ ഒരുപാടുണ്ട് അല്ലെ. നിങ്ങളിപ്പോ ഈ SBI പോയിട്ട് ഒരു ലോൺ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കൊണ്ട് 100 പേപ്പർ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ദിവസം വരുത്തിച്ചുകൊണ്ടേ ഇരിക്കും അല്ലെ. എന്നാൽ ഒരു ന്യൂ ജനറേഷൻ ബാങ്കിലേക്ക് നിങ്ങൾ പോകും. ഇപ്പൊ ഇസാഫ് പോലുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകളുണ്ട് അല്ലെ. ഇസാഫ് പോലുള്ള അവിടേക്ക് ചെല്ലുകയാണെങ്കിൽ നിങ്ങളെ വളരെ ഹാപ്പി ആയിട്ട് അവർ വെൽക്കം ചെയ്യും. ഒന്നെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സ്, അവിടുത്തെ സ്റ്റാഫ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഏജൻസ് ആയിരിക്കും. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം അവർ തന്നെ പൂരിപ്പിച്ചുകൊണ്ട് പോയി അവരൊരു ലോണ് സാങ്ഷൻ ആക്കി തരും. അതിനാണ് നമ്മൾ ഡോർ സ്റ്റെപ്പ് ബാങ്ക് എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ന്യൂ ജനറേഷൻ ബാങ്ക്സ് അവർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ബാങ്കിങ് രീതിയാണ് ഡോർ സ്റ്റെപ്പ് ബാങ്ക് എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ SBI പോലുള്ള ബാങ്കുകളൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കാരണം എന്താണ്? അവർക്ക് അതിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? ഇപ്പോൾ ഡോർ സ്റ്റെപ്പ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം ആണ് കേട്ടോ. ബാങ്ക് രീതിയാണ്. അപ്പം ബാങ്കിങ് എക്സിക്യൂട്ടീവ്സ് അല്ലെ അവരുടെ ബാങ്കിങ് ഏജൻസ് മുഖേന അവർ എന്ത് ചെയ്യും? ബാങ്കിങ് സർവീസ്, ബാങ്കിങ് പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന്റെ പടിവാതിക്കൽ എത്തിക്കുന്നു. അത്രേ ഉള്ളൂ. വീട്ടിൽ വന്ന് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോയി ലോണൊക്കെ സാങ്ഷൻ ആക്കി തരുന്നു ഹാപ്പി ആയിട്ട്. നിങ്ങൾ ചായ കൊടുത്ത് അവരെ തിരിച്ചു വിടുക. ഓക്കെ, ക്ലിയർ ആണോ? ആണോടെ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. അല്ലെ എന്ത് വിചാരിക്കും അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടിനകത്തുണ്ട് കേട്ടോ. മർച്ചന്റ് ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ നോട്ടിനകത്തുണ്ട്. നിങ്ങൾ അതൊന്നും പേടിക്കണ്ട. ഞാൻ ഈ നോട്ട് അതേപടി വായിച്ചു പോവല്ല ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നോട്ട് അതുപോലെ ഫോളോ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറയരുത്. കാരണം നോട്ടിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ബാക്കി കഥ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഷോർട്ട് നോട്ടും ഈ നോട്ട്സും കൂടെ നിങ്ങൾ വായിച്ചു നോക്കും. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നെറ്റ് ബാങ്കിങ്. എന്താ നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ നെറ്റ് ബാങ്കിങ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് നിങ്ങൾക്ക് അറിയാം. എന്താ നെറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ നെറ്റ് ബാങ്കിങ്? എന്താണ് നെറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ബാങ്കിങ് സിസ്റ്റം ഇൻ വിച്ച് വൺ can operate his account through bank's website in
എന്താ ഇന്റർനെറ്റ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇലക്ട്രോണിക് ബാങ്കിങ് എന്താണ്? ഇലക്ട്രോണിക് ബാങ്കിങ് is a bank system in which all the banking products and services are made available to the customer through electronic media. അതാണ് ഇലക്ട്രോണിക് ബാങ്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സിസ്റ്റംസ് ഓഫ് ബാങ്കിങ്ങിനകത്ത് നമ്മൾ 10-20ഓളം കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, 20ഓളം ബാങ്കിങ് കാര്യങ്ങൾ പറഞ്ഞു. അത് ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തതോ ഏതെങ്കിലും റിപ്പീറ്റ് ആയിട്ട് പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്, ബാങ്ക് ആഷുറൻസ് കേട്ടോ. ബാങ്ക് ആഷുറൻസ് നിങ്ങൾ നോട്ട് ചെയ്യണേ, ഞാൻ കൊടുത്തിട്ടില്ല അതിനകത്ത്. ബാങ്ക് ആഷുറൻസ് കേൾക്കുമ്പോൾ നിങ്ങൾ വലിയ എന്തോ കാര്യമെന്ന് ഓർക്കുമായിരിക്കും. ബാങ്ക് ആഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ ബാങ്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് കേട്ടോ. അതായത് ബാങ്ക് ആഷുറൻസ് കേട്ടോ, നോട്ട് ചെയ്യണേ. ബാങ്ക് ആഷുറൻസ് ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ചു. കാര്യം ഇത്രേ ഉള്ളൂ, ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ ബാങ്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി കസ്റ്റമേഴ്സ്, അതായത് നമ്മൾ ഈ HDFC ലൈഫ്, SBI ലൈഫ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെ കാര്യം. അതാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചു കേട്ടോ. SBI ലൈഫ്, HDFC ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സെട്ര ഓർത്ത് വെച്ചാൽ മതി. പിന്നെന്താണ്, പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ? നെറ്റ് ബാങ്കിങ് ഒക്കെ അതർവൈസ് നോൺ ആസ് ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന്, പിന്നെ വെർച്വൽ ബാങ്കിങ് അങ്ങനെയൊക്കെ അറിയപ്പെടാം കേട്ടോ. നെറ്റ് ബാങ്കിങ് അറിയപ്പെടും, വെർച്വൽ ബാങ്കിങ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ? ഉണ്ടോടെ? ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു ക്ലിയർ ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കത്തുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, അത് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കത്തുള്ളൂ. നമ്മൾ മുമ്പേ പറഞ്ഞതിനകത്ത് ഒരു ഏതാ ബാങ്ക് ആഷുറൻസ് മനസ്സിലാക്കിയാൽ മതി. ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ, ഇപ്പൊ SBI ലൈഫ് ഇൻഷുറൻസ്, HDFC ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഇല്ലേ, ആ ഇൻഷുറൻസ് പ്രോഡക്ട്സുകൾ ബാങ്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. അതായത് ഒരു ഇപ്പൊ നമ്മുടെ SBIയിലേക്ക് നമ്മൾ പോകുന്നു, നമ്മളിപ്പോൾ എന്താണ് ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ആ ഒരു ബാങ്കിന്റെ ചാനൽ മുഖേന തന്നെ അവരുടെ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി, അത് വേറെ ആളുകളായിരിക്കും, ഏജന്റ് ആയിരിക്കും. SBI ലൈഫ് ആണ് അല്ലെ HDFCയുടെ ലൈഫ്, അവരുടെ ബാങ്കിൽ പോകുമ്പോൾ HDFC ബാങ്കിൽ പോകുമ്പോൾ അങ്ങനെ അത് എന്താണ്, അത് കസ്റ്റമേഴ്സിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനാണ് ബാങ്ക് ആഷുറൻസ് എന്ന് പറയുന്നത്. ബാങ്കിങ് സർവീസ് കൂടാതെ അവരുടെ ഇൻഷുറൻസ് പ്രോഡക്ട്സുകൾ കസ്റ്റമറിലേക്ക് ആ ബാങ്കിങ് ചാനൽ വഴി അല്ലെ ബാങ്കിങ്ങിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ബാങ്ക് ആഷുറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ബാങ്കിങ് ബിസിനസ് നടത്താൻ വേണ്ടിയാണ് ബാങ്കിൽ പോകുന്നത്, പക്ഷേ ആ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി ഒരു കസ്റ്റമറിനെ കിട്ടുകയാണ് എന്തിന്, ലൈഫ് ഇൻഷുറൻസ് പോളിസി. പറഞ്ഞ മനസ്സിലായോ? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ ബാങ്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം, അതാണ് ബാങ്ക് ആഷുറൻസ്. എക്സാമ്പിൾ ആണ് പറഞ്ഞത് SBI ലൈഫ്, HDFC ലൈഫ് മുതലായവ. എന്തെങ്കിലും കൊണ്ട് ചോദിച്ചു, ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ പറയാൻ വന്നത് ഇതായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്ന കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കാര്യം നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ. പബ്ലിക് സെക്ടർ ബാങ്ക്സ് എത്രയാ? 12 അല്ലെ. പബ്ലിക് സെക്ടർ ബാങ്ക് എത്രയാണ്? 12. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എത്രയാ? പറയടേ, നിങ്ങളൊന്ന് പറഞ്ഞേടേ. പബ്ലിക് സെക്ടർ ബാങ്ക് എത്ര? പ്രൈവറ്റ് സെക്ടർ ബാങ്ക് 21, പബ്ലിക് സെക്ടർ ബാങ്ക് എത്രയുണ്ട്? 12. പബ്ലിക് സെക്ടർ ബാങ്ക് 12, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് 21. ഫോറിൻ ബാങ്ക്സ് ഉണ്ട്, പിന്നെ RRBs ഉണ്ട്. എന്താ RRBs? ഞാൻ പറഞ്ഞിരുന്നു, RRBയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു, അതാ ഞാൻ വിട്ടുപോയത് ഇങ്ങനെ ഉദ്ദേശിച്ചു. RRB എന്താണ്? RRB എന്ന് വെച്ചാൽ എന്താണ്? RRB എന്ന് കേട്ടു. RRB എന്ന് അതെ 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 അതെ. RRB എന്ന് പറയുമ്പോഴത്തേക്ക് RRB എസ്റ്റാബ്ലിഷ് ചെയ്തത് 1975-ലാണ്. നിങ്ങൾ നോട്ട് ചെയ്യണേ, 75-ലാണ് RRB എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇവിടുന്ന് ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ പറയും, ശ്രദ്ധിച്ചോണം. ഞാൻ നോട്ട്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യണേ പറയുന്ന കാര്യങ്ങളെ. RRB എന്ന് പറയുമ്പോഴത്തേക്ക് 1975 ഒക്ടോബർ 2, അപ്പൊ ഗാന്ധി ജയന്തിയുടെ അന്നാണ് വന്നത്. ഈ ഗാന്ധി ജയന്തിയുടെ അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത മറ്റൊരു സ്ഥാപനം ഉണ്ടല്ലോ, അതേതെന്ന് പറയാമോ? RRB ഉണ്ട്, വേറെ ഏതാ? വേറെ ഒരു നമ്മൾ പഠിക്കുമ്പോൾ കോർപ്പറേഷൻ അതൊക്കെ പഠിക്കുമ്പോൾ ഒരു സ്ഥാപനം ഉണ്ടല്ലോ, നാഫെഡ് എന്ന് പറയുന്ന സ്ഥാപനം അല്ലേ. 58 ഒക്ടോബർ 2 കൂടെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഞാൻ ഇപ്പൊ ഇവിടെ ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യണ്ട. ഒക്ടോബർ 2 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഒക്ടോബർ 2 വന്ന സ്ഥാപനം ഏതാണ്? നാഫെഡ്, NDDB, NCDC എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. അപ്പം ഈ പറയുന്ന RRB വന്നത് 1975 ഒക്ടോബർ 2-നാണ്. ഒക്ടോബർ 2-നാണ് കേട്ടോ. ഓക്കെ. ഇതിന്റെ ഓർഡിനൻസ് പാസ്സാക്കിയത് ചോദിക്കത്തില്ലായിരിക്കും, എങ്കിലും പറഞ്ഞേക്കാം. 26/9/75 കേട്ടോ. 26/9/75 ഓർഡിനൻസ് പാസ്സാക്കിയത്, RRBയുടെ ഓർഡിനൻസ് പാസ്സാക്കിയത് 26/9/75
1975. എന്നാൽ RRB രൂപീകരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1975 ഒക്ടോബർ 2. RRB ആക്ട് ചോദിച്ചാൽ 76 കേട്ടോ, 76 RRB ആക്ട്. ഇനീഷ്യൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ചോദിച്ചിട്ടുണ്ട്. ഇനീഷ്യൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 1 crore ആണ് കേട്ടോ, 1 crore. പെയ്ഡപ്പ് ആണെങ്കിൽ 25 lakhs ആണ്, 25 lakhs ആണ്. ഇനീഷ്യൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 1 crore ഇനിഷ്യൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ 25 lakhs എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കണം. നമുക്കറിയാം 1975 20 point പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ 20 കർമ്മ പരിപാടികൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന RRBയുടെ രൂപീകരണം കേട്ടോ. 20 കർമ്മ പരിപാടികളുടെ ഭാഗമായിട്ടാണ് RRB രൂപീകൃതമായെന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. 1975 പ്രൈം മിനിസ്റ്റർ അതായത് ഇന്ദിരാഗാന്ധി ആയിരുന്നല്ലോ അല്ലെ. അപ്പം 20 കർമ്മ പരിപാടികൾ 20 point പ്രോഗ്രാംസ്, അതിന്റെ ഭാഗമായിട്ടാണ് RRBs എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. പിന്നെ RRBയുടെ മറ്റൊരു പേരാണ് ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ ഗ്രാമീൺ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ് കേട്ടോ. ഫസ്റ്റ് ഗ്രാമീൺ ബാങ്ക് ഏതെന്ന് വെച്ചാൽ പ്രഥമ ഗ്രാമീൺ ബാങ്ക് കേട്ടോ. ഫസ്റ്റ് ഗ്രാമീൺ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. അത് UP-യിലെ മൊറാദാബാദ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. UP-യിലെ മൊറാദാബാദിലായിരുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു കാനറ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രാമീൺ ബാങ്കിന്, കേരളത്തിലെ RRB അല്ലേ ഗ്രാമീൺ ബാങ്ക്, ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസേഡ് ബാങ്ക് ആണെന്ന് പറഞ്ഞു. ഏത്? കാനറ ബാങ്ക് അല്ലെ. കാനറ ബാങ്ക് തേർഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്. തേർഡ് അല്ലല്ലോ, സോറി, വൺ ഓഫ് ദ പബ്ലിക് സെക്ടർ ബാങ്ക് 12th അല്ലെ. ഓക്കെ, തേർഡ് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ, സോറി. അപ്പം ഈ പറയുന്ന കാനറ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർഡ് ബാങ്ക് ആണെന്ന് പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞുള്ള പ്രഥമ ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർഡ് ബാങ്ക് ഏതായിരുന്നു? പ്രഥമ ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർഡ് ബാങ്ക് ഏതാന്ന് പറയാൻ ആർക്കെങ്കിലും? പറയടേ. സിൻഡിക്കേറ്റ് ബാങ്ക് ആണ് കേട്ടോ. സിൻഡിക്കേറ്റ് ബാങ്ക് മറന്നുപോകല് പഠിച്ചേക്കണ. ഏതാണ്? സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. ക്ലിയർ ആണോ? ഓക്കെ. ഈ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് RRB കോൺട്രിബ്യൂട്ടഡ് ബൈ, അതായത് നമ്മൾ മുമ്പേ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ. ഈ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു റേഷ്യോ ആണ്. അത് റേഷ്യോ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. എന്താണ്? സെൻട്രൽ ബാങ്കിന്റെ എത്രയാണ്, സ്പോൺസർഡ് ബാങ്കിന്റെ എത്രയാണ്, സ്റ്റേറ്റ് ബാങ്കിന്റെ എത്രയാണ്? പറയാമോ? ആ റേഷ്യോ പറയാമോ? ആർക്കെങ്കിലും പറയാമോ? $35 ആണ് സ്പോൺസർഡ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് 15 ആണോ? 50 50:35:15 സെൻട്രൽ സ്പോൺസേർഡ് സ്റ്റേറ്റ്. സെൻട്രൽ ബാങ്കിന്റെ 50%, സ്പോൺസർഡ് ബാങ്കിന്റെ 35%. അപ്പൊ 85 ആയില്ലേ. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എത്രയാണ്? 15% കേട്ടോ. സെൻട്രൽ ബാങ്ക് 50, സ്പോൺസർഡ് ബാങ്ക് 35, സ്റ്റേറ്റ് ബാങ്ക് എത്രയാണ്? 15. ക്ലിയർ? നോട്ട് ചെയ്യണേ. അതെ, ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ പറഞ്ഞു കേട്ടോ. RRB എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക് ആണ് കേട്ടോ. RRB is a സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക്, ഓർത്ത് വെച്ചേക്കണം. അതൊരു പ്രൈമറി ബാങ്ക് കൂടാണ് കേട്ടോ. RRB ഒരു പ്രൈമറി ബാങ്ക് കൂടാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് RRBയുടെ 1 or more റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. 1 or more റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു സെൻട്രൽ ബാങ്കിന്റെ 50% കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞില്ലേടേ പെയ്ഡ് അപ്പ് ക്യാപിനകത്ത്. അത് ആര് മുഖേനയാണ് സെൻട്രൽ ബാങ്ക് നൽകുന്നത് ചോദിച്ചാലോ? ഇനി അങ്ങനെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാമല്ലോ. ആര് മുഖേനയാണ് നൽകുന്നത്? നബാർഡ് ആണ് കേട്ടോ. നബാർഡ് ഓർത്ത് വെച്ചേക്കണം. നബാർഡ് 1982 ജൂലൈ 12 റെക്കമെൻഡ് ബൈ ക്രാഫിക്കാർഡ് അല്ലേ. ക്രാഫിക്കാർഡ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത വർഷം. നിങ്ങൾ ചെറപറാതെ പറയട്ടെ. നിങ്ങളൊരു മറ്റേ കേരള ബാങ്ക് ഇൻസ്പെക്ടർ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടികളല്ലേ. ചെറപറാന്ന് ആൻസർ പറയണ്ടേ ഇതൊക്കെ. ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ തെറ്റാണെങ്കിലും വിളിച്ച് പറ, തെറ്റിക്കോട്ട്, സാരമില്ല, നമ്മളല്ലേ കേൾക്കത്തുള്ളൂ. എപ്പോഴും ഒരു ഇന്ററാക്ഷൻ ആയിട്ട് ഇരിക്കണം. നമ്മൾ ചോദിക്കുന്നതിന് മറുപടി നിങ്ങൾ തെറ്റോ ശരിയോ എന്തോ, നിങ്ങൾ ഇവിടെ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുത്തി പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല.
അതുകൊണ്ടാണ് ഞാനൊരു ലെക്ചർ എടുക്കുന്ന പോലല്ല നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നത്. വളരെ ഫ്രീ മൈൻഡോടെ, വളരെ എന്താ പറയുന്നത്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അല്ലാതെ ഡിസ്പ്ലേക്കകത്ത് കാണുന്ന കാര്യങ്ങൾ അതുപോലെ വായിച്ച് ആ രീതിയല്ല ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നില്ല, ഓരോ പോയിന്റും കിട്ടുന്നില്ലേ? ഓക്കെ. അപ്പം സെൻട്രൽ ബാങ്കിന് ഇനി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, സെൻട്രൽ ബാങ്കിന് 50% കോൺട്രിബ്യൂഷൻ ആര് മുഖേനയാണ് നൽകുന്നത് ചോദിച്ചാൽ നബാർഡ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിട്ട്, അതാണ് പോയിന്റ് പറയാൻ വന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ കേരള ബാങ്കിന്റെ സ്പോൺസർഡ് ബാങ്ക് ഏതായിരുന്നു? സോറി, കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർഡ് ബാങ്ക് ഏതായിരുന്നു? സിൻഡിക്കേറ്റ് ബാങ്ക് അല്ല. സിൻഡിക്കേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രഥമ ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർഡ് ബാങ്കാണ്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർഡ് ബാങ്ക് കാനറ ബാങ്ക് ആണ് കേട്ടോ. കാനറ ബാങ്ക് ആണ്, തിരിഞ്ഞു പോകരുത്. ഓക്കെ. ഓക്കെ. ഈ നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക് എന്നാ രൂപീകരിച്ചത്? 2013 കേട്ടോ. 2013, 8/7/2013. അതായത് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും കൂടെ യോജിപ്പിച്ചുകൊണ്ടാണ് കേരള ഗ്രാമീൺ ബാങ്ക് മലപ്പുറം ആസ്ഥാനമാക്കി ജൂലൈ 8, 2013 രൂപീകരിച്ചത്. അപ്പൊ അതിന്റെ സ്പോൺസേഡ് ബാങ്കാണ് നമ്മുടെ കാനറ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസേഡ് ബാങ്കാണ് കാനറ ബാങ്ക്. അപ്പം നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും കൂടെ യോജിപ്പിച്ചുകൊണ്ടാണ് കേരള ഗ്രാമീൺ ബാങ്ക് മലപ്പുറം ആസ്ഥാനമാക്കി 8/7/2013 ജൂലൈ 8, 2013 രൂപീകരിച്ചത്. എന്നാണ് ജൂലൈ 8, 2013 മലപ്പുറം ആസ്ഥാനമാക്കി കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകരിച്ചു. അതിന്റെ സ്പോൺസേഡ് ബാങ്കാണ് കാനറ ബാങ്ക്. നിങ്ങൾ ഈ ഗ്രാമീൺ ബാങ്കിലൊക്കെ പോകുമ്പോൾ അവിടെ ബോർഡിലുണ്ട് സ്പോൺസേഡ് ബൈ ദ സ്പോൺസർഡ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞവിടെ കാണും, നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഇന്ന് പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടോ? എനി ഡൗട്ട്സ് എനിവെയർ? എന്തെങ്കിലും റിപ്പീറ്റ് ആയിട്ട് പറയേണ്ടതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിത്തിങ്? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന ടോപ്പിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്കിനി കൊമേഴ്ഷ്യൽ ബാങ്കാണ് അടുത്ത് എടുക്കാനുള്ളത്, വൃത്തിക്ക് എടുക്കാനുള്ള കൊമേഴ്ഷ്യൽ ബാങ്കാണ്. പ്രൈമറി ഫംഗ്ഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളില്ല, സെക്കൻഡറി ഫംഗ്ഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് അതിനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. പിന്നെ ഈ പറയുന്ന സിസ്റ്റംസ് ഓഫ് ബാങ്കിങ്ങുമാണെന്ന് പഠിപ്പിച്ചത്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത, അല്ലെ ഒന്നുകൂടെ പറഞ്ഞാൽ ഒന്നുകൂടെ കിട്ടുമോ എന്ന് ഉറപ്പുള്ളത്, അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലാത്തുള്ളത്, ഇടയ്ക്ക് ആരോ പറഞ്ഞു സൗണ്ട് ബ്രേക്ക് ആയി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, ആ സമയത്ത് പിന്നെ കുഴപ്പമില്ലായിരുന്നല്ലോ. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്തേ പോകൂ കേട്ടോ. ക്ലിയർ ചെയ്തേ പഠിച്ചു പോകും. ചുമ്മാ സമയം കളയാൻ വേണ്ടി ഇരിക്കണ്ട, പഠിച്ചിട്ട് പോയാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ പഠിച്ച് മാക്സിമം പോയിന്റ്സ് നിങ്ങൾ കിട്ടുക. അതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാം, യാതൊരു സംശയവും വേണ്ട. അത് കൃത്യമായിട്ട് ഇപ്പൊ പറഞ്ഞു തരാൻ സാധിച്ചില്ല എങ്കിൽ കൂടി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തന്നിരിക്കും. ഇപ്പൊ എന്ത് വേണമെങ്കിലും ചോദിച്ചു പറഞ്ഞു തരാം, അങ്ങനൊന്നും ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ മാക്സിമം നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം കേട്ടോ. ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഞാനത് റെഫർ ചെയ്തിട്ടാണല്ലോ പറഞ്ഞു കണ്ടാണെങ്കിൽ അങ്ങനെ പറഞ്ഞുതരാം. ഇന്ന് പഠിപ്പിച്ചത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ, അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്? നിങ്ങളൊന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞേടേ. എനിക്ക് നിങ്ങളെ ആരും പരിചയമില്ല, പഴയ ബാച്ചിലെ കുട്ടികളല്ല, അതാണ് ചിലവിടെ പറഞ്ഞേനെ. കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ക്ലിയർ ആണോ പറയുന്ന കാര്യങ്ങൾ? ഏതാ? നബാർഡിന്റെ 1982 ജൂലൈ 12 നബാർഡ് ട്രാഫിക് കാർഡ് നബാർഡ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി അല്ലെ, ശിവരാമൻ കമ്മിറ്റി. ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് 1979. അതൊക്കെ ഞാൻ പഠിപ്പിക്കും കേട്ടോ, പഠിപ്പിക്കും. നബാർഡ് എടുക്കുമ്പോൾ പറയും. ഞാൻ ഇപ്പൊ അത് ഓർത്തപ്പോ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഏതാ ജിനോ? ഞാൻ കേട്ടില്ല, എനിക്ക് മനസ്സിലായില്ല. അത് 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 നമ്മുടെ നാഫുഡ് അതാണോ? എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ആ നമ്പേഴ്സ് ഒന്ന് വോയിസ് ഇട്ടാൽ മതി, ഇവിടുന്ന് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. എന്തെങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കും ക്ലിയർ ആകുന്നില്ല, എന്താണെന്ന് അറിയില്ല.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ വാട്സപ്പിലിട്ട് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അതാണ് ഉദ്ദേശിച്ചെങ്കിൽ ഒക്ടോബർ 2 വന്ന് മറ്റ് സ്ഥാപനം അത് പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് നാഫഡ് കേട്ടോ, 1958 ഒക്ടോബർ 2. അതാണോ എനിക്കറിയില്ല എന്താണെന്ന്. അല്ലെങ്കിൽ ഗ്രാഫിക് കാർഡ് ആയിരിക്കും. ഗ്രാഫിക് കാർഡ് ശിവരാമൻ കമ്മിറ്റിയാണ്. ഗ്രാഫിക് കാർഡ് അപ്പോയിന്റ് ചെയ്ത് 79-ലാണ്. എനി ഡൗട്ട്? ആ ചോദിക്കുന്ന ആളുടെ അവിടെ തീർച്ചയായിട്ടും ഉണ്ട് 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 ഉണ്ട്. എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ എന്നോട് വാട്സപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ, പറഞ്ഞു തരും കേട്ടോ. അവിടെ ചോദിക്കുന്ന ആടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്, അതെനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയം ആ ഓക്കെ 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 വാട്സപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ എനിവേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ.